1000 10ഉം 2ഉം രത്നക്കല്ലുകള തീർത്തത മന്ദിരം. കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു ഒഴിച്ചിടും. കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു ഒഴിച്ചിടും. ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകമോ. ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകമോ. എൻ പ്രേമകാന്തനും മുൻപോയ ശൂദ്രരും. എൻ പ്രേമകാന്തനും മുൻപോയ ശൂദ്രരും. കരം വീശി വീശി മോദം ചേർന്നു സ്വാഗതം ചെയ്തിടും. കരം വീശി വീശി മോദം ചേർന്നു സ്വാഗതം ചെയ്തിടും. ആരാധനകൾ നാമീച്ചെന്നെ ആനയിക്കൂ എൻ സ്വഭവനീ. ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ഓ എന്തു പ്രകാശിതം എന്തു പ്രശോഭിതം എന്തു പ്രകാശിതം എന്തു പ്രശോഭിതം. ഹല്ലേലൂയ പാടും ശുദ്ധദേവം ആലയം പൂരിതം. ഹല്ലേലൂയ പാടും ശുദ്ധദേവം ആലയം പൂരിതം. ഞാനും പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും. പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗി. ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. കൃപയിൻ അത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു. നിത്യാജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി. നല്ല ഫലങ്ങൾ നൽകുവാൻ
വൻകൃപ ചൊരിഞ്ഞു നൽകി. സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. വിധിനരിയിലൂടെ ശുദ്ധ ജീവജലനദി നിത്യം പ്രകാശിച്ചിടുന്ന ദൈവസമ്പത്തിന്റെ മുന്നിൽ ദൂതന്മാർ ചിറകൊതുക്കി മുമ്പന്മാർ കിരീടം മാറ്റി വെള്ളത്തിരച്ചിൽ പോലെ മുൻപിൽ ഗീതം മുഴക്കിടും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ധാന്യം മുറ്റും വർദ്ധിപ്പിച്ചു ദുഃഖത്തിനങ്ങിയും മാറ്റി കാലടി വയ്ക്കുവാനായി മുൻപിൽ വിശാലത നൽകി. മധുരമാക്കി സന്താപം നൃത്തമാക്കി രക്ഷയ്ക്കായി കാക്ഷിച്ചവരെ വീണ്ടെടുത്തണച്ചുമല്ലോ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി കുഞ്ഞാടിനെ ഹൃദയത്തിനാഗ്രഹം നൽകി അതിരത്തിൻ യാചന കേട്ടു ആര്യസ്ഥൻ സാന്നിധ്യം നൽകി. ആരോരും ഭാരം ചുമന്നു ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ ധ്വനിയാൽ വീണേടുക്കപ്പെട്ട സംഘം ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ വിളിക്കും ഞാൻ. ആരാധന പുത്രനിൽ വിശ്വസിക്കുന്നു ഹൃദയം കൊണ്ട് വിശ്വസിച്ചു അതിരം കൊണ്ടേറ്റു ചൊല്ലുന്നു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ കൈകളുയർത്തി സ്തുതിക്കാം. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തന്റെ ഗംഭീരതയുടെ കാകളൊഴിയാൻ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ വന്നേപ്പോ ഉറങ്ങും ശിലായി ഉണരും സൈന്യരോട് കൊടിയുടെ പറ
ഒരുങ്ങി നിൽക്കാം, വിശുദ്ധിയോടൊരുങ്ങി നിൽക്കാം. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയിരുന്നേ മുഖം കാണുവാൻ, പ്രത്യാശയിരുന്നേ മുഖം കാണുവാൻ. പ്രാണപ്രിയൻ വരുന്നു, പ്രാണപ്രിയൻ വരുന്നു. കഷ്ടങ്ങളെല്ലാം തീർന്നിടും, യേശു വരും. കഷ്ടങ്ങളെല്ലാം തീർന്നിടുമേ യേശു വരുമ്പോ. Paranidume
വാസം ചെയ്തിടും. പ്രാക്കളെ പോന്ന പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. 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 അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank and praise God for this wonderful blessed morning time. ഈ രാവിലെ ഈ ആഴ്ച തൊട്ട് 1-ാം ദിവസം നമുക്ക് ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. Let's honor our God so that He gave us grace to come this morning to into His presence and worship Him. അനേകർക്ക് ലഭിക്കാത്ത ഈ നല്ല അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. And God gave us this opportunity which many others couldn't get. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless us this morning. പാസ്റ്റർ ജോബി ആമേൻ സ്തോത്രം. ദൈവദാസൻ കുടുംബമായിട്ട് നമ്മുടെ മധ്യേ ഇന്ന് ഉണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദീർഘവർഷങ്ങൾ അദ്ദേഹമായി നല്ല ബന്ധത്തിലാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഇന്ന് നമ്മുടെ മധ്യേ ശുശ്രൂഷയ്ക്കായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കുടുംബമായിട്ടുണ്ട്. ദൈവം അവരെ ഇന്ന് നമ്മുടെ മധ്യേ ഉപയോഗിക്കും. Pastor Joby, together with his family, is in our midst, and I have long relationship with Pastor in this place. And Hallelujah. God is going to use him today. അദ്ദേഹം ദീർഘനാൾ ദുബായിലെ പാസ്റ്ററായിരുന്നു. ഏജിയിലെ He was a pastor in Dubai AG Church for many years, ബാംഗ്ലൂരിൽ പാസ്റ്ററായിരുന്നു. and he was a pastor in Bangalore for many years. ആമേൻ സ്തോത്രം. എന്തായാലും ഇവിടെ ഒരു പലരാശോട് വന്നിട്ടുണ്ടെങ്കിലും ശുശ്രൂഷയ്ക്കായി വന്നിട്ടുണ്ട്. Many times man of God came to this church, but for ministry he is coming for the first time. ആമേൻ സ്തോത്രം. അദ്ദേഹത്തെ ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ്. And wholeheartedly welcome him to the church. ദൈവം നമ്മെ സഹായിക്കട്ടെ. Hallelujah. ദൈവസഹായം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേറ്റ് നിന്ന് അല്പസമയം കൂടെ ദൈവത്തെ ആരാധിക്കാം. Let's all stand up in the presence of God and worship God for a few more minutes. ആമേൻ സ്തോത്രം. രണ്ട് കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ദൈവസഭയിൽ വേണം. There are two things which is very important in the church of God. ഒന്ന് ആരാധന, One is worship. രണ്ട് ദൈവത്തിന്റെ വചനം. Second is the word of God. ബാക്കിയുള്ളതെല്ലാം മൂന്നാമതാണ്. Whatever else is third, having third place. അതിൽ ദൈവത്തെ ആരാധിക്കണം. We should worship God ആമേൻ. ദൈവത്തെ സ്തുതിക്കണം. and we should praise Him. ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah. അടവി തരുക്കിളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം, അടവി തരുക്കിളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം, വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. പനിനീർ പുഷ്പം ശാരുനിലവേ താമരയുമി താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരുനിലവേ താമരയുമി താഴ്വരയിൽ. വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ സൗന്ദര്യ സമ്പൂർണ്ണനേ. വിശുദ്ധരിൽ അതിവിശുദ്ധനേ സൗന്ദര്യ സമ്പൂർണ്ണനേ. വാഴ്ത്തുമേ ജീവജാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്നാതൈലം പൂർണ്ണിതാവോ ആയുസ്സൗരഭ്യം വീശുന്നതാ
നീക്കുന്നതാ വഴി നശിക്കുന്ന എന്നെ സുഗന്ധമായി മാറ്റിടണേ വഴി നശിക്കുന്ന എന്നെ സുഗന്ധമായി മാറ്റിടണേ വാഴ്ത്തുമേ ചേർന്നടക്കേ ഡോക്ടർമാർ ഉപദേശിക്കാറുണ്ട്. നമ്മുടെ ഈ പേശികളും മാംസപേശികളൊക്കെ ശരീരത്തിൽ ഗ്ലൂക്കോസ് എല്ലാ ഭാഗങ്ങളും ചലിച്ച് ചെല്ലാൻ വേണ്ടിയാണ്. Doctors advise for the people who are diabetic to do exercise for 30 minutes because a blood should pass on to all the muscles. 1 hour പ്രായകാല കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ മതി. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഡയബറ്റീസ് ഒന്ന് കുറയാൻ വേണ്ടി, മസിൽസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വളരെ കറക്റ്റായിട്ട് അരമണിക്കൂർ നടക്കുകയോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. We are well disciplined if doctor says to do the exercise and we do it in a very disciplined way. ആമേൻ. വണ്ണം കുറയ്ക്കാനും പിന്നെ ഈ IT-യിലൊക്കെ ജോലി ചെയ്യുന്നവർ എപ്പോഴും ഇരിക്കുകയാണ്. അവരുടെ നാട്ടിലിന് വേദനയൊന്നും വരാതിരിക്കാൻ വേണ്ടി അവരും നടക്കുകയോ ജിമ്മിൽ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. Those people who want to lose weight and those people who work in the IT for sitting for many time, they used to do exercise and they go to gym. മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹം ദേഹി ആത്മാവാണ്. ദേഹം മാത്രമല്ല, ഇത് ആത്മാവും പ്രാണനും കൂടെ ചേർന്നതാണ് മനുഷ്യൻ. And a man is consists of spirit, soul and body. സ്തോത്രം. Amen. അതുകൊണ്ട് ഈ ആത്മാവിന് എക്സർസൈസ് ആവശ്യമുണ്ട്. Likewise, our inner man, the spirit, requires exercise. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ശരീരാഭ്യാസം നല്ലതാണ്. And Paul says that physical exercise is good, ആത്മാവിക അഭ്യാസം ഏറെ but spiritual exercise is much better. അതുകൊണ്ട് ആരാഴ്ച ക്ഷീണിച്ചവർ നല്ലവരും ഇരിക്കും. Those people who are tired by worshipping, they you can sit. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ഇനി എക്സസൈസ് കൂടുതലായിട്ട് ഭയങ്കര ക്ഷീണമായി എന്ന് പറഞ്ഞാൽ ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഇരിക്കും. You say that my spiritual man is now have got good exercise, so I would like to sit now. You can sit. ആരുമില്ലല്ലോ. No one. എല്ലാവരുടെയും അകത്തെ മനുഷ്യന്റെ ആരോഗ്യം ഒന്ന് നോക്കിക്കേ. Just look at the strength of your inner man. ഈ ശരീരം ഇവിടെ പുഴുവും പാറ്റയും ഒക്കെ തിന്നുന്ന ശരീരമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഏറെ അധ്വാനിക്കുന്നത്. ഈ സൺഡേ ഒരു ദിവസം വന്നിട്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ അകത്തെ ആത്മ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട അകത്തെ മനുഷ്യന്റെ സ്ഥിതിയെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കി. And we all know that our body will go to the mud and where the worms will eat, and we spend most of our time to make sure that our outer body is strengthened. And if you are not able to worship God or strengthen inner man here this place, what is the use? അതുകൊണ്ട് വീണ്ടും ദൈവത്തെ ആരാധിക്കുക.
Let's worship God. എന്തൻ കൺമലയാനവരി എന്നെ കാക്കും ദേവൻ നീരേ. എന്തൻ കൺമലയാനവരി എന്നെ കാക്കും ദേവൻ നീരേ. வல்லமை மாட்சிமை நிறைந்தவரே, மகிமைக்கு பாத்திரரே. வல்லமை மாட்சிமை நிறைந்தவரே, மகிமைக்கு பாத்திரரே. ஆராதனை உமக்கே, 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 ஆராதனை உமக்கே. சிறகுகளின் நிழலே பாத்திர செய்தி, சிறகுகளின் நிழலே பாத்திர செய்தி. தூயவரே துணையாளரே, பாத்திரரே. தூயவரே துணையாளரே, ஆராதனை உமக்கே, ஆராதனை உமக்கே, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേ ഇല്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേ ഇല്ല, അവന് കൈകളെ ഉയർത്തി ഉറക്കെ അല്ല. അങ്ങയുടെ ജനത്തിന്റെ മേൽ ദൈവം നൽകണമേ ഒരു പുതിയ ശക്തി, പുതിയ കൃപ എന്റെ ജനത്തിന് ദൈവം നൽകണമേ. ഇന്നവരെ കാണാത്ത ദൈവ സാന്നിധ്യം, the fire of God, of the Lord. Hallelujah. ആമേൻ. എല്ലാവർക്കും ദൈവം Please be seated. ഹല്ലേലൂയ. Hallelujah. ആമേൻ.
ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank God again for this blessed morning time. ആമേൻ. ആമേൻ. പ്രത്യേക അറിയിപ്പുകൾ അതിനെ ശുശ്രൂഷിക്കാനുള്ള സമയത്ത് വേർതിരിക്കാൻ പോവുകയാണ്. മറ്റു കാര്യങ്ങൾ ആമേൻ സ്തോത്രം. മറ്റുള്ള സഭകളെ പോലെ സംഘത്തിൽ അങ്ങനൊന്നും എല്ലാ ദിവസവും ഒന്നും ഇല്ല. ആമേൻ സ്തോത്രം. ഇന്ന് ദൈവദാസൻ നമ്മുടെ മധ്യ മാക്സിമം സമയം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കും. ദൈവവചനം നമ്മൾ കേൾക്കുക. സോ പ്രത്യേക അറിയിപ്പുകൾ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ 7 ദിവസം നമ്മുടെ ചർച്ചിൽ രാവിലെയും പകലും ഉപവാസ പ്രാർത്ഥനയുണ്ട്. A special announcement from tomorrow morning onwards. We have fasting and prayer at this church for the next 7 days, morning and evening. നെക്സ്റ്റ് സൺഡേ നമ്മുടെ കോമൺ സർവീസാണ്. 8:30 നമ്മുടെ ആരാധന തുടങ്ങി 10:30 മണിയാണ്. സോ ചിലപ്പോൾ 10 മിനിറ്റ് 5 മിനിറ്റ് മുമ്പോട്ട് പോകാനിരിക്കാൻ തെലുങ്കും തമിഴും മലയാളം ഇംഗ്ലീഷ് ചേർന്നാണ് അടുത്ത ആഴ്ചത്തെ ആരാധന. Next Sunday it's a common service. Telugu, Malayalam, Tamil, English, everyone together will worship. Starts at 8:30 a.m. sharp, and 8:30 to 10:30 is the program, but maybe 10 or 15 minutes it will go further. എല്ലാ മാസത്തിൻ്റെ ആരംഭം ഇങ്ങനെയായിരിക്കും. And each and every month the first Sunday will be like this. ഹിന്ദി സർവീസ് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം അവരും കൂടെ വന്ന് നമുക്ക് കൂടി ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹിന്ദി സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോകും. അടുത്തത് ആഗസ്റ്റ് 15 തീയതി ശനിയാഴ്ച വൈകിട്ട് അവൻ പ്ലസ് മേമന നമ്മുടെ കൂടെ ഉണ്ട്. ചാരിടും യേശു ഞാൻ ചാരിടും ആരിതരം തീയമരതരം ആത്തിയമ്പും നേരത്തും യേശുവെ ഞാൻ ചാരിടും യേശുവെ ഞാൻ ചാരിടും ആരിതരം തീയമരതരം ആത്തിയമ്പും നേരത്തും വയവനീ തോട്ട വല്ലവനീ ശൈലം വയവനീ കോട്ട വയവനീ ശൈലം നിന്നെ തൈതടിയനോ നീ മെനഞ്ഞ ദാസ നിന്നെ തൈതടിയനോ നീ മെനഞ്ഞ ദാസ വെയ്യന്തൽ മീതെ തവിന്നോ പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞോ അതോ ശാന്തരൈദിയ ദൈവം വെയ്യന്തൽ മീതെ തവിന്നോ പ്രാണനു വേണ്ടി ഞാൻ പിടഞ്ഞോ വാദത്തനാലിനെ ഓർത്തോ ശാന്തരൈദിയ ദൈവം വല്ലവനീ കോട്ട വല്ലവനീ ശൈലം വല്ലവനീ കോട്ട വല്ലവനീ ശൈലം നിന്നെ തൈതടിയനോ നീ മെനഞ്ഞ ദാസ നിന്നെ തൈതടിയനോ നീ മെനഞ്ഞ ദാസ യോദ്ധിനെ പോലെ ഞാനോടി വെളിയറിയാമോ വ്യക്തം സ്വന്തമായ നിത്യ എന്തിനും ചേർത്തോടി നയന്നേ യോദ്ധിനെ പോലെ ഞാനോടി വെളിയറിയാമോ വ്യക്തം സ്വന്തമായ നിത്യ എന്തിനും ചേർത്തോടി വല്ലവനീ ശൈലം വല്ലവനീ കോട്ട വല്ലവനീ ശൈലം നിന്നെ തൈതടിയനോ നീ മെനഞ്ഞ ദാസ നിന്നെ തൈതടിയനോ നീ മെനഞ്ഞ ദാസ തോയമ ശോധനയേ സ്നേഹമതൻ തെന്നായി തോനിയമോനിയമോ ശോഭയെ നിനടിച്ചു
എല്ലാവർക്കും ദൈവസ്ഥിരീകരിക്കാം. ശിശു ദൈവദാസനെ പാസ്റ്റർ ജോബി കൈകളി അടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ദൈവദാസനെ ശിശു மலை போல துன்பம் என்னை சூழும் போது அதை பனி போல உருகிட செய்பவரே. மலை போல துன்பம் என்னை சூழும் போது அதை பனி போல உருகிட செய்பவரே. கண்மணி போல என்னை காப்பவரே. உள்ளம் கையில் புரிந்தென்னை நினைப்பவரே. கண்மணி போல் என்னை காப்பவரே. உள்ளம் கையில் புரிந்தென்னை நினைப்பவரே. நீர் போதும் என் வாழ்விலே இயேசையா, நீர் போதும் என் வாழ்விலே. நீர் போதும் என் வாழ்விலே இயேசையா, நீர் போதும் என் வாழ்விலே. தாய் போல தேற்றி உன்னை போல ஆற்றி தோள் மீது சுமந்திடும் என்னை இயேசையா. தாய் போல தேற்றி உன்னை போல ஆற்றி தோள் மீது சுமந்திடும் உம்மை போல புரிந்து கொள்ள யாரும் இல்லை. உம்மை போல அரவணைக்க யாரும் இல்லை. உம்மை போல புரிந்து கொள்ள யாரும் இல்லை. உம்மை போல அரவணைக்க யாரும் இல்லை. நீர் போதும் என் வாழ்விலே இயேசையா, நீர் போதும் என் வாழ்விலே. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ മൂടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഈ നല്ല ദിവസം, നല്ല പകൽ അങ്ങ് ദാനമായിട്ട് തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ആലയത്തിൽ അങ്ങയുടെ സാന്നിധ്യം മറ്റെല്ലാറ്റേക്കാളും വലുതായിട്ട് ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല അങ്ങയുടെ ദയയും അങ്ങയുടെ വിശ്വസ്തതയും നിമിത്തം അങ്ങയുടെ നാമത്തിന് അങ്ങ് മഹത്വം വരുത്തണമേ. വിശേഷിച്ച് ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ഭൃത്യന്മാർക്കും ആമേൻ എല്ലാ പ്രിയമുള്ളവർക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഷാജി പാസക്കായിട്ട് തൻ്റെ കുടുംബത്തിനായിട്ട് സ്തോത്രം. ഇവിടെയുള്ള മാതാപിതാക്കൾക്കായിട്ട് സ്തോത്രം. സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കുമായിട്ട് സ്തോത്രം. വിവിധ സെഷനുകളിലായിട്ട് നടക്കുന്ന എല്ലാ ആമേൻ കൂട്ടായ്മകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ മലയാള ഫെലോഷിപ്പിൽ ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാനും അങ്ങയുടെ വചനം ധ്യാനിപ്പാനും ആത്മാവിൽ ബലപ്പെടുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് ആമേൻ ഒരു അവസരം കൂടെ ഈ പകലിൽ അനുവദിച്ചു തരുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവ്. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ആമേൻ. ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ വചനത്താൽ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വചനത്തിലൂടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ വിവേചിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണമേ. രക്ഷയെങ്കിലേക്ക് ഞങ്ങളെ വളർത്തുന്ന അങ്ങയുടെ വചനം, അങ്ങയുടെ നിർമ്മല വചനത്താൽ ഞങ്ങളെ ധന്യരാക്കി ഞങ്ങളെ മടക്കി അയക്കുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എല്ലാറ്റിലും. ആമേൻ. ദൈവത്തിൻ്റെ നാമം പുത്രനാം യേശു ക്രിസ്തുവിലൂടെ മഹിമപ്പെടേണ്ടതിന് ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളെ കേൾക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ആമേൻ. നമുക്ക് ഒരുമിച്ച് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷിച്ച് കർത്താവദാസൻ ഷാജി ഇട്ടിക്കുള്ള പാസ്റ്ററെ കുടുംബമായിട്ട് വന്ദനം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ദീർഘവർഷങ്ങളായിട്ട് കർത്താവദാസനുമായിട്ട് ആത്മബന്ധമുണ്ട്. ഞാൻ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, ശുശ്രൂഷയ്ക്കല്ലെങ്കിലും ഈ ആലയത്തിൽ പ്രിയമുള്ള ഒരു പാർക്കുന്ന ഭവനത്തിൽ ഞാൻ വന്നിട്ടുണ്ട്. കർത്താവദാസൻ്റെ വാത്സല്യ സഹോദരി സിസ്റ്റർ അന്നമ്മ മാത്യു, ഞങ്ങൾ കുഞ്ഞമാമ എന്ന് വിളിക്കും, അവരെ കുടുംബമായിട്ട് ഞാൻ ശുശ്രൂഷിച്ചിരുന്ന സഭയിലെ
അംഗങ്ങളാണ്. ഇപ്പോഴും അവരവിടുത്തെ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ വരാറില്ലെങ്കിലും ഇവിടുത്തെ വിശേഷങ്ങൾ തന്നിലൂടെ അറിയാറുണ്ട്. ഞാനിങ്ങനെ ഇവിടെ നിന്ന് സൈഡിലോട്ട് തൻ്റെ സൈഡ് ഫേസ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ സഹോദരിയെ പോലെയൊക്കെ തന്നെയുണ്ട്. പിന്നെ താൻ സഹോദരി ആയതുകൊണ്ട് കുറച്ച് മുടിയും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഏകദേശം സിറോക്സ് എടുത്ത് വെച്ച പോലെയൊക്കെ ഇരിപ്പുണ്ട്. തന്നെ കുടുംബമായിട്ട് ദൈവം ഇവിടെ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മിനിക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. താനും ശക്തയായ ഒരു ദൈവദാസിയാണെന്ന് തൻ്റെ നാത്തൂന് എപ്പോഴും പറയാറുണ്ട്. ഇവിടെ വന്നപ്പോഴും ഞാൻ കണ്ടത് താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴും ഏറെ സന്തോഷം തോന്നി. ദൈവം തനിക്ക് കൊടുത്തിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട മക്കൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഷെറിൻ അല്ലേ, ദൈവം അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരാൾ ഡോക്ടറാണെന്ന് എൻ്റെ അറിവ്. ഒരാൾ ലോയോ മറ്റോ കഴിഞ്ഞു. ദൈവം അവരെയും ആയിട്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഡ്രമ്മൊക്കെ വായിക്കുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി. കുറച്ച് നേരം കൂടെ വായിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തിയത്. ആമേൻ. ിലുള്ള എല്ലാവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഒപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാക്സഫോൺ അല്ലേ അത്? ഗുഡ്. എല്ലാവരും നല്ല മ്യൂസിഷ്യൻസാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മോനെ ഒന്ന് ഒരു വാക്ക് അഭിനന്ദിച്ചിട്ട് ഞാൻ മെസ്സേജിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നു. ഈ മോൻ്റെ പേരിന് ഓഫറിങ്ങിന് പാട്ട് പാടി നേഥൻ. വുഡ് യു പ്ലീസ് കം? നോട്ട് ടു സിങ്, ഓക്കെ, just to appreciate you. God bless you. നമ്മുടെ മലയാളികളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ജെൻസി ഭാഷയിലൊക്കെ പറഞ്ഞ കിടുവായിരുന്നു. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. അവൻ നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരനായിട്ടും വർഷിപ്പ് ലീഡറായിട്ടൊക്കെ വളരട്ടെ. ഞാനിവിടെ നിന്നപ്പം ഈ പ്രായത്തിൽ ഇത്ര എനർജറ്റിക് ആയിട്ടൊക്കെ പിള്ളേർ, പ്രത്യേകിച്ച് ഈ മോന് ബാംഗ്ലൂർ ജനിച്ചു വളർന്ന ആളാണോ? ആണോ? ഓക്കെ. ബാംഗ്ലൂർ ജനിച്ചു വളർന്ന ഒരു കൊച്ചിനെ ഈ മലയാളത്തിലും ഇത്രയും തകർക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ദിസ്. ഓക്കെ, സോ യു ആർ എ ബ്ലെസ്സിങ്. ഓക്കെ, ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. കർത്താവ് ഒരു ഗിഫ്റ്റ് കൂടെ തന്നുവിടാം. ഓക്കെ, വെയിറ്റ് പ്ലീസ് വെയിറ്റ്. ഓക്കെ, വെർ ഇസ് യുവർ മദർ? മമ്മ വെളുവാണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ദിസ് എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. ഓക്കെ, ഇതിനകത്ത് ഹാഫ് ഓഫറിങ് ഇടണം. എപ്പോഴേലും ഇട്ടാൽ മതി. ഹാഫ് ചോക്ലേറ്റ് മേടിക്കാൻ. ഓക്കെ, സ്തോത്രം പറ. ഒന്ന് കൈ തട്ടി അഭിനന്ദിക്കുകയും മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് സന്തോഷിക്കുന്നു. ഇവിടെ വന്നിരുന്നപ്പം ആദ്യം ഒരാൾ വന്ന് പ്രൈസിലോട് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു, ഞാനവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെയൊക്കെ ഇരിക്കല്ലേ, ബോറടിക്കണ്ടെന്ന് വിചാരിച്ചു. ഒരാൾ വന്ന് പ്രൈസിലോട് പറയുന്നതെന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ പുറകെ എല്ലാവരും വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശീലമാണെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ്. പിന്നെ ഒരു വാക്യം പറയുന്നതിന് മുമ്പ് പ്രൈസ് ദി ലോർഡ് ഷാജി പപ്പ, മിനി മമ്മി എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതും എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ദൈവം കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാർ, മാതാക്കൾ, യൗവനക്കാർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു മോനിവിടെ ഉണ്ടായിരുന്നു, പൃഥ്വിമോൻ ബെന്നി എന്ന് പറഞ്ഞൊരു റിറ്റു അമേരിക്കയിൽ. ഓക്കെ, ചങ്ങനാശ്ശേരിയിൽ ഞാൻ ശുശ്രൂഷയിലായിരുന്നപ്പോൾ അന്ന് അവൻ കിഡാണ്. ഇപ്പോൾ US പോയല്ലേ? ഓക്കെ, ഇവിടെയാണ് ആരാധനയ്ക്ക് വരുന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ അവിടെ ഒന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഉടലെടുക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. കർത്താവിൻ്റെ എല്ലാ വഴികളെ ഓർത്ത് നമുക്കൊരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ആർ യു എൻജോയിങ് ഗോഡ്സ് പ്രസൻസ്? നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ? ഇനി ആരും ഉറങ്ങുമൊന്നും ചെയ്ത് ഈ പ്രസംഗ സമയത്ത് AC ഒക്കെ ഉള്ളതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്. ഇവിടെ അങ്ങനെ പാസ് ആരെയും ഉറക്കത്തില്ലെന്ന് എനിക്കറിയാം.
എന്നാലും ഉറങ്ങരുത് ആരും. പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ശാന്തമായിട്ടായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പോൾ സ്പീഡ് എടുക്കുമായിരിക്കും, ചിലപ്പോൾ ഒച്ചയെടുക്കും, ചിലപ്പോൾ പതിയായിരിക്കും. അങ്ങനെ ഒരു പർട്ടിക്കുലർ പാറ്റേണൊന്നും ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറില്ല. ദൈവത്തിന് തരുന്ന നിയോഗത്തിനനുസരിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയും പ്രാർത്ഥനയും നിശ്ചയമായിട്ടും ഉണ്ടാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ലെറ്റ്സ് ടേൺ അവർ അറ്റൻഷൻ ടു ദി ബുക്ക് ഓഫ് ജോന. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. 2-ാമത്തെ അധ്യായം, ചാപ്റ്റർ 2, വേഴ്സസ് 9 and 10. 9-ാമത്തെയും 10-ാമത്തെയും വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ബുക്ക് ഓഫ് ജോന, ചാപ്റ്റർ 2, വേഴ്സസ് 9 and 10. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. യോന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ. യോനാ പ്രവാചകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗകനും ഒരു നല്ല പ്രവാചകനുമായിരുന്നു ആര്? യോന. യോന പ്രവാചകനെ കുറിച്ച് കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട്. യോന പ്രവാചകന്റെ പ്രസംഗത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പ്രവചനത്തെക്കാളും യോനയുടെ പ്രസംഗത്തെക്കുറിച്ചാണ് കർത്താവ് കമന്റ് പറഞ്ഞിട്ടുള്ളത്. യോന ദൂത് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. തൻ്റെ ദൂതിന് യാതൊരു മാറ്റവുമില്ല. പക്ഷേ അങ്ങനെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഈ പ്രവാചകനോട് ഒരിക്കൽ യഹോവയായ ദൈവം പറഞ്ഞു, നീ നിനവയിലേക്ക് പോകണം. അപ്പോൾ ഈ വാസ്തവത്തിൽ നിനവേ പോകാൻ ആർക്ക് ഇഷ്ടമില്ലെന്നറിയാമോ? യോനയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മളോട് ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പൊതുവെ നമുക്ക് പിന്നെ അവരോടങ്ങ് എന്ത് തോന്നും? ദേഷ്യം തോന്നും. ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം പാസ്റ്റർ പറഞ്ഞാലായിരിക്കും പിന്നെ ദേഷ്യം ഉണ്ടെങ്കിലും നിങ്ങൾ പാസ്റ്ററുടെ സ്വഭാവം അനുസരിച്ച് ഒന്നും എന്ത് ചെയ്യത്തില്ല, കാണിക്കത്തില്ല. കാണിച്ചാൽ നിങ്ങൾ വിവരം അറിയും. കാരണം ഷാജി പാസ്റ്ററാണ്. ഇനി മുതിർന്നവരാണെങ്കിലും ചിലപ്പം ഇഷ്ടക്കേടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല, കാണിക്കത്തില്ല. പിന്നെ നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ഇഷ്ടക്കേട് കാണിക്കുന്ന ആരോടായിരിക്കും? ദൈവത്തോട് എല്ലാവർക്കും എല്ലാം എന്ത് ചെയ്യാം, കാണിക്കാം. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ഈ പ്രവാചകനും അതുപോലെ ദൈവത്തെ തനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യം, ദൈവം പറഞ്ഞ ഈ കാര്യം തനിക്ക് ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ട് താൻ വിചാരിച്ചു, നിനവയിലേക്ക് ഞാൻ പോകുന്നില്ല, തർശീശിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ താൻ അങ്ങനെ തീരുമാനിച്ചു. നമ്മൾ ഒരുമിച്ച് ഈ യോന പ്രവാചകനെ കുറിച്ചൊന്ന് ധ്യാനിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനുമായിട്ട് പോവുകയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ക്യാരക്ടറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ബിബ്ലിക്കൽ ക്യാരക്ടറാണ് ആര്? ജോന. ഹല്ലേലൂയ. നമ്മൾ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരെയും നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെയൊക്കെ, ഞാനിന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ജോസഫിനെ കുറിച്ചുള്ള മെസ്സേജ് കർത്താവദാസി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആമേൻ. ഓരോ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സിനെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആമേൻ, അവിടെ നിന്നൊക്കെ നമുക്ക് ഓരോ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ആമേൻ. നമ്മുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ യോന എന്ന പ്രവാചകനിലുണ്ട്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് മനുഷ്യർ നമ്മളെല്ലാവരും എപ്പോഴും വിശ്വസ്തരൊന്നും ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ വചനം പറയുന്നുണ്ട്, നാം അവിശ്വസ്തരായി തീർന്നാലും വിശ്വസ്തനായി പാർക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യോന എന്ന പ്രവാചകന്റെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഫെയ്ത്ത്ഫുൾനെസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ വന്നപ്പോഴും തൻ്റെ ദൈവം തന്നോട് വിശ്വസ്തത പുലർത്തിയതിൻ്റെ ഒരു ചരിത്രം ഈ പുസ്തകം പറയുന്നുണ്ട്. ഇന്ന് പകൽ ആരാധിക്കുമ്പോൾ എത്ര പേർക്ക് ധൈര്യമായിട്ട് വലങ്കരമുയർത്തി പറയുവാൻ കഴിയും, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അവിശ്വസ്തതകൾ വന്നപ്പോഴും എൻ്റെ ദൈവം വിശ്വസ്തനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. He remains faithful. അവൻ വിശ്വസ്ത ദൈവമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി ഇന്ന് പകൽ ഏറ്റു പറയാം, ഞാൻ അവിശ്വസ്തനായിരിക്കുമ്പോഴും വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവം. He remains, my Lord remains faithful. അവൻ വിശ്വസ്തനായിട്ട് എൻ്റെ കൂടെ പാർക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ പ്രവാചകൻ ഒരർത്ഥത്തിൽ തോറ്റുപോയവനായിരുന്നു. ആർക്കെങ്കിലും ഇഷ്ടമാണോ തോൽക്കാൻ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തോക്കാൻ ഇഷ്ടമാണോ? ഇല്ല. ഫെയിലിയർ ഇഷ്ടമാണോ? അല്ല. എല്ലാവർക്കും ഇഷ്ടം എന്താ? ജയിക്കണം, സക്സസ്, വിക്ടറി.
ഹല്ലേലൂയ. അതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ യോന ഒരിക്കൽ തൻ്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അല്പമൊന്ന് തോൽവിയിലൂടെ കടന്നുപോയി. പക്ഷെ ദൈവം തോൽക്കാത്തവനായതുകൊണ്ട് യോനെ ദൈവം ജയത്തിലേക്ക് നടത്താനായിട്ട് ഇടയായി തീർന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ പരാജയത്തിൻ്റെ കയ്പുനീരി കുടിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ അവൻ തോൽക്കാത്ത കർത്താവായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, യഹോവ നിസ്സി, അവൻ എൻ്റെ ജയക്കൊടിയായ ദൈവമായിരിക്കുന്നത് കൊണ്ട് എൻ്റെ പരാജയങ്ങളുടെ നടുവിൽ അവൻ ഇറങ്ങി വന്ന് എൻ്റെ കരം പിടിച്ച് എന്നെ ജയത്തിലേക്ക് നടത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. മാത്രമല്ല ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ഓടിപ്പോകുന്നവരാ ദൈവത്തെ വിട്ട്. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്, ഒരു ഓട്ടക്കളത്തിലാണ് നാം. പൗലോസ് പറഞ്ഞു എബ്രായലേഖനത്തിൽ തൻ്റെ പ്രബോധന വചനം നമ്മൾ വായിക്കുന്നുണ്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഒക്കെ വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. നമ്മൾ ഓടേണ്ടവരാണ്. പക്ഷേ ഈ ഓട്ടമൊക്കെ തീർത്തിട്ട് നമ്മൾ ഒരിക്കൽ പറക്കേണ്ടവരാണ്. നമ്മൾ പ്രാക്കളെ പോലെ പറക്കുമെന്നൊക്കെ പാടി, പക്ഷെ പ്രാവിനെ പോലെയൊന്നും ആയിരിക്കത്തില്ല നമ്മൾ പറക്കുന്നത്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ. അങ്ങനെയല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്, അല്ലേ? കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, അവരോട് കൂടെ എടുക്കപ്പെടുവാൻ നമ്മൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ പറക്കേണ്ടവരാണ്. അതുകൊണ്ട് അതിനു മുൻപ് നമ്മൾ ഓട്ടം ഓടി തികയ്ക്കേണ്ടവരും കൂടെയാണ്. പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഓടിപ്പോവരുത്. ഓട്ടം ഓടണം, പക്ഷെ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോരുത്. അങ്ങനെ ഓടിപ്പോയവനായിരുന്നു ഈ യോന. പക്ഷെ ദൈവം തൻ്റെ പുറകെ ഓടിച്ചെന്നു. ഒരിക്കൽ ശീമോൻ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാം, നിങ്ങളും പോരുന്നോ? അങ്ങനെ അവൻ കർത്താവിനെ വിട്ടോടി. പക്ഷേ കർത്താവ് അവൻ്റെ പുറകെ ഓടിച്ചെല്ലുകയാണ്. നമ്മളൊക്കെ അകന്നു പോകുമ്പോൾ നമ്മുടെ അരികിലേക്ക് അണയുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഒന്ന് സ്തോത്രം പറഞ്ഞ് ഇന്ന് പകലിൽ നമ്മൾ പ്രാർത്ഥന കുറയ്ക്കുമ്പോൾ, ആരാധന കുറയ്ക്കുമ്പോൾ, വചനധ്യാനം കുറയ്ക്കുമ്പോൾ, വിശുദ്ധ ജീവിതത്തിന് ഭാഗപ്പിഴ വരുമ്പോൾ, കൂട്ടായ്മയ്ക്ക് ഭംഗം വരുത്തുമ്പോൾ, കർത്താവിൽ നകലുമ്പോൾ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ അകന്നു പോയിട്ടുണ്ടാകും. പക്ഷേ കർത്താവ് നമ്മളെ വീണ്ടും തന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന കർത്താവിന്റെ ചിലപ്പോ കാറ്റയച്ചായിരിക്കാം, ചിലപ്പോ കോളയച്ചായിരിക്കാം, ചിലപ്പോ പുഴുവിനെ കൽപ്പിച്ചായിരിക്കാം, ചിലപ്പോൾ പെരുങ്കാറ്റടുപ്പിച്ചായിരിക്കാം, ചിലപ്പോ വലിയ മത്സ്യം വിഴുങ്ങുന്നത് പോലെ നിന്നെ കഷ്ടതയിലൂടെ കടത്തിവിട്ടായിരിക്കാം. അവിടെയെല്ലാം അവന്റെ സ്നേഹത്തിന്റെ കരമുണ്ട്, എന്നെ പിടിക്കുവാൻ ഉണ്ടായിരുന്നു എന്നോർത്ത് ഇന്ന് പകൽ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഓടിപ്പോകുമ്പോഴും ദൈവം നമ്മളെ വിട്ട് ഓടിപ്പോകുന്നില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ മടുത്തു പോകുന്നവരാ, അല്ലേ? മടുത്തു പോകുന്നവരാണ്. സ്തോത്രം. ചിലപ്പോൾ ആരാധിച്ച് മടുക്കും, ചിലപ്പോൾ ചിലർ പ്രാർത്ഥിച്ചു മടുക്കും, ചിലപ്പോൾ ദൈവത്തെ സേവിച്ച് ഞാൻ തളർന്നു എന്ന് പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കരഞ്ഞു പാസ്റ്ററേ, ഇനി ഞാൻ കരയാനും പ്രാർത്ഥിക്കാനും ഒന്നുമില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ മടുത്തു പോകാറുണ്ട്. പക്ഷേ ദൈവം അപ്പോഴും മടുക്കുന്നില്ല. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന കർത്താവ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തി കർത്താവിന് ഇന്ന് പകൽ നന്ദി പറഞ്ഞ്, ഞാൻ അവിശ്വസ്തനായിരിക്കുമ്പോഴും എന്നോട് കൂടെ വിശ്വസ്തനായി പാർക്കുന്ന ഒരു നല്ല ദൈവം, ഞാൻ മടുക്കുമ്പോൾ എന്നെ ഹല്ലേലൂയ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവ്, ഞാൻ ഓടിപ്പോകുമ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കർത്താവ്, ഞാൻ പരാജിതനാകുമ്പോൾ എന്നെ ജയത്തിലേക്ക് നടത്തുന്ന ഒരു കർത്താവ്. ഇതെല്ലാം നമുക്ക് ഈ യോനയുടെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ വലിപ്പത്തെ നമുക്കൊരിക്കലും അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. നമ്മളൊക്കെ ഒത്തിരി ചെറിയവരാ, പക്ഷെ ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പം, അവന്റെ ശക്തിയുടെ വലിപ്പം, അവന്റെ കരുണയുടെ വലിപ്പം, അതെല്ലാം നമുക്ക് ഈ പ്രവാചകനെ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കർത്താവ് എത്ര വലിയവനാ, അല്ലേ? നമ്മൾ ഈ പുസ്തകത്തിലൂടെ യോനയുടെ പരാജയത്തെക്കാളും കാണേണ്ടത് ദൈവത്തിന്റെ കരുണയുടെ വലിപ്പത്തെയാണ്. ദൈവത്തിന്റെ കരുണയുടെ വലിപ്പത്തെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ. ഈ കർത്താവ് ഒരിക്കലും മാറിപ്പോകുന്നില്ല എന്നുള്ളത് സത്യമാണ് കേട്ടോ. നമ്മുടെ സ്വഭാവം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഇത്രത്തോളമൊന്നും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിക്കാനൊന്നും കഴിയത്തില്ല. പക്ഷെ വചനം പറയുന്നത് അവൻ നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ലെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ പരാജയങ്ങൾക്കൊത്ത നിലയിലായിരുന്നു കർത്താവ് ഇടപെട്ടുകൊണ്ടിരുന്നതെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിനൊത്ത നിലയിലായിരുന്നു കർത്താവ് ഇടപെട്ടുകൊണ്ടിരുന്നതെങ്കിൽ, നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ ദൈവകൃപയൊന്നും അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. അവൻ നമ്മുടെ എല്ലാ പരാജയങ്ങൾക്കും അപ്പുറത്ത് കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തെ മൂടുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഈ യോന എന്ന മനുഷ്യൻ കുറച്ച് സമയമെങ്കിലും തോൽക്കാനൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരും തോൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഈ പ്രവാചകൻ പരാജയപ്പെടാനൊരു കാരണമുണ്ട്. അതിൻ്റെ ആ കാരണം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒന്ന്, താൻ ദൈവേഷ്ടത്തോട് മറുതലിച്ച് യാത്ര ചെയ്തതായിരുന്നു തൻ്റെ തോൽവിയുടെ ഒന്നാമത്തെ കാരണം. നമ്മൾ എത്ര ശക്തരാണെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടത്തോട് നമ്മൾ മറുതലിച്ചാൽ ഓർത്തോണം, അവിടെ നമ്മുടെ പരാജയം ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ നോക്കിക്കേ. ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ ആത്മാവിൽ എഴുതി വെച്ചു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. എത്ര പേർക്ക് ഇഷ്ടമാണ്? നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവേഷ്ടം ചെയ്യാനായിട്ട് പുതിയ നിയമം നമ്മോട് പറയുന്നുണ്ട്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ പൈതൽ. അതിന് നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത വേണമെന്ന്, ടോളറൻസ് വേണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് എവിടെങ്കിലുമൊക്കെ മാറിപ്പോകുമ്പോൾ ഓർത്തോണം, നമ്മൾ ജയത്തിലേക്കല്ല നടന്നു നീങ്ങുന്നത്, നമ്മൾ പരാജയത്തിലേക്ക് തന്നെയാണ് നടന്നു നീങ്ങുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എപ്പോഴും നമുക്കൊരു താല്പര്യം വേണം. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നില്ല. കർത്താവിൻ്റെ ഇഷ്ടം എവിടെങ്കിലുമൊക്കെ ദൈവേഷ്ടത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, കർത്താവേ എന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് മടക്കി വരുത്തണമേ എന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ അകന്നു പോകാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയിൽ താൻ റോമിലേക്ക് യാത്ര ചെയ്യുകയാണ് തടവ് പുള്ളികളുടെ ഒപ്പം. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് ആ യാത്രയിൽ ആത്മാവിൽ ഒരു ആലോചന ഈ കപ്പൽക്കാരോട്, അതിനെ നയിക്കുന്നവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ക്രേത്തയിൽ നിന്ന് നീക്കരുത്. താൻ നേരത്തെ ദൈവാത്മാവിൽ അവരോടൊരു ആലോചന പറഞ്ഞു. നിങ്ങൾ ഈ യാത്രയിൽ പല കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു എന്ന് അവരോടൊരു ദൈവാലോചന പറഞ്ഞു. പക്ഷേ അവർ നോക്കിയപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ വളരെ ശാന്തമായിട്ട് പോവുകയാണ്. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ചയ്ക്കപ്പുറത്ത് നമ്മുടെ ഭാവിയിലേക്ക് നീളുന്നൊരു കണ്ണ് കർത്താവിനുണ്ട് എന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം കേട്ടോ. എന്തുകൊണ്ട് ദൈവേഷ്ടത്തിനൊത്ത് നമ്മൾ മൂവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ we do not know what will happen. ഒരിക്കലും ദൈവത്തിന്റെ പൈതൽ പറഞ്ഞു, my unknown future is safe in the hands of the all knowing Jesus Christ. എനിക്കറിയത്തില്ല എൻ്റെ ഭാവി നാളെ എങ്ങനെയാണെന്ന്, പക്ഷെ എല്ലാം അറിയുന്ന എൻ്റെ കർത്താവിൻ്റെ കരത്തിലാണ് എൻ്റെ ഭാവി എന്നുള്ളത് കൊണ്ട് അവിടെയാണ് അതിൻ്റെ സുരക്ഷിതത്വം എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നാളെ എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് പക്ഷേ കർത്താവിന് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പഠനത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, ജീവിതത്തിന്റെ ഓരോ വേളകളിൽ എന്ത് നടക്കുമെന്ന് നന്നായിട്ട് അറിയാവുന്നത് കർത്താവിന് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം തന്റെ ആലോചന കൊടുത്തത്. ദൈവം പല വിധത്തിൽ തന്റെ ആലോചന നമുക്ക് തരും അല്ലേ. ചിലപ്പോ പ്രവാചകന്മാരിലൂടെ ആയിരിക്കാം ദൈവത്തിന്റെ ആലോചന തരുന്നത്, ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം ദൈവം തന്റെ ആലോചന തരുന്നത്, ചിലപ്പോൾ ദർശനങ്ങളിലൂടെ ആയിരിക്കാം ആലോചന തരുന്നത്. ചിലപ്പം ചില വിഷൻസ് ദൈവം കാണിച്ചായിരിക്കാം നമുക്ക് ആലോചന തരുന്നത്. എല്ലാറ്റിലും ഉപരി ദൈവം തന്റെ ആലോചന നമുക്ക് തരുന്നത് കർത്താവിന്റെ വചനത്തിലൂടെയാണെന്ന് മറന്നു പോകരുത് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ഈ പല സന്ദർഭത്തിൽ പല നിലകളിൽ ദൈവം നമ്മളോട് ഇടപെടും.
ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റ് ആൻഡ് പ്രയർ നടക്കുമ്പോൾ ഒരു ആഫ്റ്റർനൂൺ സെഷൻ, എൻ്റെ സ്വദേശം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലമാണ്. മനോഹരമായ ദേശമാണ്. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സാവകാശം ഉണ്ടെങ്കിൽ വന്ന് കാണണം. ഗോഡ്സ് ഓൺ കൺട്രിയിലെ ഒരു മനോഹരമായ ജില്ലയാണ്. പ്രകൃതി രമണീയമായ. പാസ്റ്റർ വന്നിട്ടുണ്ടോ അവിടെ? വരണം പാസ്റ്റർ. കർത്താവിൻ്റെ സ്തോത്രം. നല്ല സ്ഥലമാണ്. കട്ടപ്പനയിലെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള സഭയിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അത് പക്ക വില്ലേജ്, ഹള്ളി. ഇവിടുത്തെ ഹള്ളി പോലൊന്നുമല്ല, അത് പക്ക ഹള്ളിയാണ്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ആഫ്റ്റർനൂൺ ഫാസ്റ്റ് ആൻഡ് പ്രയറിൻ്റെ ആഫ്റ്റർനൂൺ സെഷനിൽ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സിസ്റ്ററെ ദൈവം തൻ്റെ ആത്മാവിൽ നിറച്ച്, പ്രവചന ആത്മാവിൽ അങ്ങ് നിറച്ചു. അപ്പോൾ അന്ന് ഏറ്റവും ശക്തമായിട്ട് ദൂത് പറഞ്ഞത് എന്നോടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ സ്റ്റേറ്റിൽ നിന്ന് ഞാൻ നിന്നെ വേറൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോകും, വേറൊരു സ്റ്റേറ്റിൽ പോയി നീ പഠിക്കും, മറ്റു ഭാഷക്കാരുടെ നടുവിൽ നീ പോയി പഠിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇത് സത്യമാണോ എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം അന്ന് ഞാൻ വളർന്ന ആ പശ്ചാത്തലത്തിൽ അവിടുന്ന് ഞാൻ വേറൊരു സ്റ്റേറ്റിൽ പോവുക, വേറൊരു ഭാഷക്കാരുടെ നടുവിൽ പോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഈ മലയാളം തന്നെ പഠിക്കുന്നത് പാടുപെട്ട. അപ്പോൾ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഷാജി പാസൊക്കെ കേരളത്തിൽ പഠിച്ച ആളായിരിക്കും. അപ്പോൾ ഈ 10ാം ക്ലാസ്സിലേക്ക് പരീക്ഷ ഞാൻ എഴുതി ഇംഗ്ലീഷ് പാസ്സായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒടേതമ്പരാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഗ്രാമറൊക്കെ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കുത്തി ഒരു എഴുത്ത്. അപ്പോൾ അർത്ഥമൊന്നും അറിയത്തൊന്നുമില്ല. അന്ന് അങ്ങനത്തെയാണ് എഴുത്ത്. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് മാർക്കൊക്കെ കിട്ടി. പ്രീ ഡിഗ്രിക്ക് അഡ്മിഷന് പോയി. സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു, സയൻസ് ഗ്രൂപ്പ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുള്ളി ലെക്ചറിങ് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ പാടി ബോട്ടണി ടീച്ചർ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ചങ്ങനാശ്ശേരിക്കാരി രമണി എന്ന് പറഞ്ഞൊരു പ്രൊഫസർ വന്നിട്ട് ഇങ്ങനെ ഫുൾ ഇംഗ്ലീഷിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആകെ മനസ്സിലാകുന്ന ഇത്രയാണ്, ദിസ് ഈസ് നോൺ ആസ്. വേറൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് CBSE പഠിച്ച ഒരു പയ്യനിരുന്ന് കടകടകടാന്നിങ്ങനെ ലെക്ചർ നോട്ട് എഴുതും. അപ്പം ഞാൻ അവൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ഞാൻ ചോദിച്ചു, നീ എന്ത് എഴുതുന്നേ? ലെക്ചർ നോട്ടാണ്. അപ്പോൾ അതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ അടുത്താണ് പറയുന്നത്, നിന്നെ ഞാൻ വേറെ സ്റ്റേറ്റിൽ കൊണ്ടുപോകും, മറ്റ് ഭാഷക്കാരുടെ നടുവിൽ പോയി നീ പഠിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ആദ്യഘട്ട ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് കുറേ ചരിത്രം പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ അത് ഞാൻ ചുരുക്കി പറയാം. എനിക്ക് SIBCയിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ SIBCയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ എൻ്റെ ആഗ്രഹമാണ് അവിടെ MD പഠിക്കണം. അപ്പം ഞാൻ നാട്ടിൽ ബൈബിൾ കോളേജിലും പഠിച്ചത് മലയാളം മീഡിയത്തിൽ. അപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ഡയറക്റ്റ് MDന് അഡ്മിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചാപ്പലിലൊക്കെ ഇരുന്ന് ഞാനങ്ങ് കരയും. അപ്പോൾ അവിടുത്തെ അന്ന് അക്കാഡമിക് ഡീൻ ഒരു ബെക്കി മാമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ജോബി, യു ആർ റിയലി എ ലക്കി മാൻ. ഇൻസ്റ്റെഡ് ഓഫ് യു, വൺ പേഴ്സൺ ഫ്രം UAE ഹി വാസ് വെയിറ്റിംഗ് ഫോർ ദ അഡ്മിഷൻ. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ പറയുന്നത് അന്നിങ്ങനെ. അപ്പോൾ ഞാനെല്ലാം കേട്ടിങ്ങനെ അപ്പോൾ ഞാൻ പണ്ട് ആശാരിവദിച്ച് പറഞ്ഞല്ലേ, യെസ് മാം, യെസ് മാം, താങ്ക് യു മാം. വേറൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ചാപ്പലിലൊക്കെ ചെന്ന് മനസ്സിലാകാതിരിക്കുമ്പോൾ ചെയ്യുന്ന എന്നാന്നറിയോ, അവിടെ ഇരുന്ന് കരയും. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവർ വിചാരിക്കുന്ന ദൈവാത്മാവ് ഇടപെട്ടിട്ട് ഞാൻ കരയുന്നതാണെന്ന്. എനിക്ക് ഭാഷ മനസ്സിലാകാതിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന, കരയുന്ന. പക്ഷേ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ നടക്കുമെന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ നോക്കി, നിന്റെ ഭാവിയെ നോക്കി പരമാധികാരത്തോടെ ഒരു കാര്യം പറയാൻ കഴിവുള്ളത് കർത്താവാകുന്നത് കൊണ്ട് ദൈവത്തിന്റെ പൈതൽ ഓർത്തോണം, നിനക്ക് എപ്പോഴും വേണ്ടത് ദൈവത്തിന്റെ ആലോചന തന്നെയാ. അതുകൊണ്ടാണ് ആസാഫ് പറഞ്ഞത്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. നമുക്ക് ദൈവത്തിന്റെ ആലോചന ആവശ്യമാണ്, കർത്താവിന്റെ ആലോചന ആവശ്യമാണ്. ദൈവത്തിന്റെ ആലോചന നമ്മൾ അനുസരിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരാജിതരായി തീരുന്നത്. അവിടെയാണ് നമ്മുടെ തോൽവി ആരംഭിക്കുന്നത്. ആമേൻ. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാൻ, നിങ്ങളും പോരുന്നോ എന്ന് ചോദിച്ചു. പക്ഷേ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ, അവരാ രാത്രി ഒന്നും പിടിച്ചില്ല, ആ രാത്രി ഒന്നും പിടിച്ചില്ല. ഓർത്തോണമേ, കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ആലോചനയും നമ്മോട് കൂടെ ഇല്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നമ്മൾ
എത്ര സ്കിൽഡ് ആണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ആലോചനയും നമ്മോടൊപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജീവിതത്തിന്റെ പരാജയമായിരിക്കുമെന്ന് ഓർത്തോണം. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിനോട് പറ, എന്റെ സ്കില്ലിനേക്കാളും ഉപരി എനിക്ക് വേണ്ടത് കർത്താവേ അങ്ങയുടെ സാന്നിധ്യമാണ്. എന്റെ സ്കില്ലിനേക്കാളും എനിക്ക് വേണ്ടത് അങ്ങയുടെ ആലോചനയാണ്. എന്റെ എല്ലാ സ്കില്ലിനേക്കാളും ഉപരി എനിക്ക് വേണ്ടത് ആമേൻ ദൈവത്തിന്റെ കൃപയാണെന്ന് ഇന്ന് പകൽ ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. ഇനി നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിയാലുണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തെ തകർക്കാനും ആർക്കറിയാം? ദൈവത്തിന് അറിയാം. കർത്താവിന്റെ ഇഷ്ടത്തിൽ നമ്മൾ മാറുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിരിക്കും. പക്ഷേ നമ്മുടെ തന്നിഷ്ടത്തെ തകർക്കാൻ, യോനയുടെ തന്നിഷ്ടത്തെ ദൈവം തകർത്തെങ്കിൽ നമ്മുടെയൊക്കെ തന്നിഷ്ടത്തെ തകർക്കാനും ആർക്കറിയാം? ദൈവത്തിനറിയാം. ഈ യോന പോകാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാം. ഈ നിനവേക്കാരോട് ദൈവം കരുണ കാണിക്കുന്ന ആർക്കിഷ്ടമല്ല? യോനയ്ക്ക്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് പറ, എനിക്ക് ഇഷ്ടമുണ്ടെന്ന് പറ, എനിക്കിഷ്ടമാണെന്ന്. ഇപ്പുറത്തോട്ടൊന്നും തിരിയണ്ട. ശരിക്കും പറയണേ, സത്യസന്ധമായിട്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് പറയാനൊക്കെ ഇഷ്ടം. പക്ഷെ ഈ നിനവേക്കാരോട് അങ്ങനെ ഇഷ്ടം തോന്നാൻ ഇച്ചിരി പാടാ. എന്നാ കാര്യം എന്നറിയോ? വചനം പറയുന്നുണ്ട്, എല്ലാ വാക്യം എടുത്ത് വായിപ്പിക്കും. നിനവേക്കാര് ഭയങ്കര ദുഷ്ടന്മാരായിരുന്നു. പിന്നെ ദൈവത്തിന്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. ആരാണ്? ദുഷ്ടന്മാരും പാപികളും. നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഷാജി പാസ് ഇഷ്ടമാണ്. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ പാസ് നല്ല പ്രസംഗം പറയും, ദൂതൊക്കെ പറയും. ഇത് കുറച്ച് മുമ്പ് പറഞ്ഞു UK പോകുന്നു, ദൂത് പറഞ്ഞ് നടന്നു. എന്നോടും വല്ല ദൂതൊക്കെ പറയണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടം പാസ് പ്രാർത്ഥിക്കുമല്ലേ, രോഗസൗഖ്യം കിട്ടും. പക്ഷെ നിനവേക്കാരോട് അങ്ങനെ ഇഷ്ടം തോന്നത്തില്ല. ഭയങ്കര ഭാവികളാണ്, ഭയങ്കര ദുഷ്ടന്മാരാണ്. അവരുടെ മഹാഭാവമൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെയുള്ളവരാണെന്നൊക്കെ. പ്രവാചക പുസ്തകത്തിൽ, മൈനർ പ്രോഫറ്റ്സിലൊക്കെ പഠിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടാൻ നമുക്കിച്ചിരി പാടാം. ഇപ്പം നമുക്കിഷ്ടമായിരിക്കും. ഇപ്പം എനിക്ക് ഒരു നേരത്തെ ഫുഡ് വന്നു, അവരെയും തിരിച്ച് വിളിച്ച് ഒരു നേരത്തെ ഫുഡ്, നമുക്കിഷ്ടമുള്ള കാര്യം. എൻ്റെ വീട്ടിൽ യോഗത്തിന് വന്നു, തിരിച്ച് അവരുടെ വീട്ടിൽ പോയി, ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നെ കണ്ടപ്പോൾ ചിരിച്ചു, ഞാനും എന്ത് ചെയ്തു? ചിരിച്ചു. എന്നെ കണ്ടപ്പോൾ മിണ്ടിയില്ല, പോയി പണി നോക്കട്ടെ. നോക്കാത്ത രാജാവിനെ തൊഴണ്ടെന്ന് എൻ്റെ അപ്പൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ എന്ത് ചെയ്യത്തില്ല? മൈൻഡ് ചെയ്യത്തില്ല. സ്തോത്രം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇച്ചിരി പെശക ജീവിതത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് പിന്നെ അവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവകൃപയുടെ വലിപ്പമെന്ന് ഓർത്തോണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവസ്നേഹത്തിന്റെ വലിപ്പമെന്ന് ഓർത്തോണം. തൻ്റെ പുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവസ്നേഹത്തിന്റെ വലിപ്പത്തെ നമുക്കൊരിക്കലും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല ദൈവത്തിന്റെ മക്കളെ. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്, അനുപമ സ്നേഹത്തിന് ആഴവും ഉയരവും നീളവും വീതിയും അറിയുവാൻ കഴിയുമോ? ദൈവകൃപയുടെ വലിപ്പത്തെ നമുക്കൊരിക്കലും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. കർത്താവിന് ഏത് പാപിയോടും ഭയങ്കര സ്നേഹമാണ്, ഏത് പിന്മാറ്റക്കാരനോടും ഭയങ്കര സ്നേഹമാണ്, എത്ര അകന്ന് നിൽക്കുന്നവനോടും ഭയങ്കര സ്നേഹമാണ്. എത്ര അകന്ന് നിൽക്കുന്നവനെയും അടുപ്പിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അവൻ എത്ര പിന്മാറി പോകുന്നവനെയും തേടി വരുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അവൻ നിന്റെ നാശമല്ല കേട്ടോ ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഓർത്തോണം, നിന്റെ നാശമല്ല ദൈവത്തിന് ഇഷ്ടം, നിന്റെ ക്ഷേമമാണ് ദൈവത്തിന് ഇഷ്ടം. ആമേൻ. ബുക്ക് ഓഫ് ജെറമിയ നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ ദൈവം പറഞ്ഞു, ഐ ഹാവ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ യു, എ പ്ലാൻ ടു പ്രോസ്പർ. ഹല്ലേലൂയ. നോട്ട് ടു ഹാം യു. നിന്നെ നശിപ്പിക്കാനല്ല എൻ്റെ പദ്ധതി, നിന്നെ അനുഗ്രഹിക്കാൻ തന്നെയാണ് എൻ്റെ പദ്ധതി. ഓ ഹല്ലേലൂയ. എക്സൈൽ പാപത്തിന്റെ റിസൾട്ട് ആയിരുന്നു, അകൽച്ചയുടെ റിസൾട്ട് ആയിരുന്നു, പ്രവാസം പാപത്തിന്റെ പരിണിത ഫലമായിരുന്നു. പക്ഷേ ആ പാപത്തിന്റെ പരിണിത ഫലം ജനം അനുഭവിക്കുമ്പോഴും ദൈവം പ്രവാചകനിലൂടെ പറയുകയാണ്, നിന്നെ ഹാം ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ പദ്ധതി, നിന്നെ പ്രോസ്പർ ആക്കുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതി. നീ അകന്നു പോകുമ്പോഴും ദൈവത്തിനൊരു വലിയ പ്ലാൻ നിന്നെ കുറിച്ച് ഉണ്ട് എന്നതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുകയാണ്, ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആലോചനയിലേക്കും പദ്ധതിയിലേക്കും നീ മടങ്ങി വന്നോണം, മടങ്ങി വന്നോണം, മടങ്ങി വന്നോണം. ഇന്ന് പകൽ ദൈവകൃപ നിന്നെ വിളിക്കുകയാ മടങ്ങി വരാൻ. ദൈവസ്നേഹം നിന്നെ വിളിക്കുകയാ മടങ്ങി വരാൻ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിളിക്കുകയാ മടങ്ങി വരാൻ. കാരണം ദൈവത്തിന്റെ ആലോചന ആമേൻ നിന്റെ ജീവിതത്തിന് എപ്പോഴും വേണം. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞ്, കർത്താവ് എന്നോട് സംസാരിക്കണമേ. സ്പീക്ക് ടു മീ ഓ ലോർഡ്. എന്നോട് സംസാരിക്കണമേ. വലങ്കരം ഒന്ന് ഉയർത്തി പറഞ്ഞേ, എന്നോട് സംസാരിക്കണമേ. എൻ്റെ ജീവിതത്തോട് ദൈവം ഇടപെടണമേ. എൻ്റെ കുടുംബത്തോട് ദൈവം ഇടപെടണമേ. നിന്റെ പദ്ധതി എന്നെ അറിയിക്കണമേ. നിന്റെ വഴികളെ എന്നെ അറിയിച്ചു തരണമേ എന്ന് ദൈവത്തോട് ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഈ ഇംഗ്ലീഷിലൊരു വേർഡ് ഉണ്ട്, പ്രിജുഡൈസ് മെന്റാലിറ്റി. എന്തോ അത്? മുൻവിധി. നമുക്ക് ഒരാളെ കാണുമ്പോഴേ നമുക്ക് എന്തായിരിക്കും ചിലപ്പം ചിലര് നല്ല വേഷമൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ പറയും, കണ്ടില്ലേ ജാടയ്ക്കൊരു, പിന്നെ ഇച്ചിരി മോശമാണെങ്കിൽ പറയും, അയ്യോ കണ്ടില്ലേ ഉണ്ടെങ്കിലും ദരിദ്രവാസി പണിയെ. അപ്പം എന്താ നമ്മുടെ മനസ്സിനകത്തുള്ളത്? ജഡ്ജ്മെന്റ്. അത് തന്നെ, കറക്റ്റ്. എല്ലാവരോടും ഹല്ലേലൂയ. നമ്മൾ അളക്കുന്നതൊക്കെ എല്ലാം ഇങ്ങനെ പുറമേയൊക്കെ വെച്ചിട്ടായിരിക്കും മുൻവിധി. ഹല്ലേലൂയ. പക്ഷെ ദൈവം അങ്ങനല്ല ഇടപെടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മുൻവിധിയോടെ ആരെ കാണാനായിട്ട് പാടില്ല. സ്തോത്രം. യോന നിനവേ പോകാത്തതിന്റെ കാര്യം, അവരെ കുറിച്ച് എന്തുണ്ട് തൻ്റെ അകത്ത്? ഒരു മുൻവിധി കിടക്കാം. ഇവന്മാരങ്ങനെ ഞാൻ ദൂത് പറഞ്ഞിട്ട് കുണം പിടിക്കണ്ട. അതാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് പുള്ളിയുടെ ആ സമയത്ത്. പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് റൈറ്റ് ആണോ? ഞാൻ പ്രസംഗിച്ചിട്ട് ഇവന്മാരാരും എന്ത് ചെയ്യണ്ട, നന്നാവണ്ട. കർത്താവിന് സ്തോത്രം. ഒരിക്കലൊരു സഭയിൽ ഒരു വിശ്വാസി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സംഭവ കഥയായിട്ടാണ്. അപ്പോൾ പറഞ്ഞു, കർത്താവേ എന്നെ നിറയ്ക്കണേ എന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാസ്റ്റർ ഇത് കേട്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന് പ്രാർത്ഥന, കർത്താവേ നിറയ്ക്കല്ലേ, ഓട്ടയുള്ള പാത്രമാണ് നിറയ്ക്കല്ലേ. പാസ്റ്റർക്ക് അറിയാം. അപ്പോൾ അതിനെ ഈ മുൻവിധി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡിസൈനിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അവൻ്റെ ഓട്ട അടച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നിറച്ചാൽ മതി എന്ന്. അപ്പോൾ മുൻവിധി വേറെ, ഡിസൈനിങ് വേറെ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഡിസൈനിങ്. ഈ ബാംഗ്ലൂർ കുറച്ചു കാലം മുമ്പ് ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ഇങ്ങനെ കറങ്ങുന്നു. പുള്ളി കറക്റ്റ് ദൂതൊക്കെ പറയേ. ഇത് ആ കാറിൻ്റെ ടയർ ഇപ്പോൾ പൊട്ടുമെന്ന് പുള്ളി പറഞ്ഞാൽ പൊട്ടിയിരിക്കും. അങ്ങനെ നിങ്ങൾ ഇനി അഡ്രസ്സൊന്നും ഞാൻ തരത്തില്ല, ഞാൻ പറയുന്നതോടെ കേട്ടോണം ബാക്കി. അച്ഛാനിതാണ്ട് ഇപ്പോൾ അടുത്ത ദിവസം ഒരു 2 ലക്ഷത്തിന് ചെക്ക് വരാൻ പോകുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും അടുത്ത ദിവസം. അങ്ങനെയൊക്കെ ദൂത് പറയായിരുന്നു പുള്ളി. അപ്പോൾ പക്ഷേ ഈ പറയുന്ന ദൂത് കറക്റ്റ് ആണെങ്കിലും ആത്മാവ് ശരിയല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സഭയിൽ അദ്ദേഹം കുറച്ചു കാലം മുമ്പ് വന്നു. എല്ലാവരോടും കറക്റ്റ് ദൂത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹത്തെ വീണ്ടും എന്ത് ചെയ്യണം. പിന്നെ ആ സഭയ്ക്കകത്ത് അങ്ങ് ഭയങ്കര പ്രശ്നമായി. സഭയങ്ങ് പൊട്ടി തകർന്നു, ആകെ വിഷയമായി. അപ്പോൾ അവിടെ ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. അപ്പോൾ ഇതൊന്നും എനിക്കറിയത്തില്ല, അത് കുറച്ച് വർഷങ്ങളായി ഇപ്പോൾ സംഭവം. അപ്പോൾ പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി കുറേ കാലം കഴിഞ്ഞ് ആ സഭയിലെ കർത്താവിൻ്റെ ദാസി എന്നോട് പറഞ്ഞു, പാസ്റ്റർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മീറ്റിംഗ്, ഞാൻ ആ ചർച്ചിൽ പലതവണ പോയിട്ടുണ്ട്, പറഞ്ഞു അന്നത്തെ ഒരു പ്രസംഗമാണ് ഞങ്ങളെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഈ കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു, ഈ പ്രവാചകൻ്റെ കാര്യം, ദൂതിൻ്റെ കാര്യം. എന്നോട് പറഞ്ഞു, പറയുന്നൊക്കെ ശരിയായിരുന്നു പാസ്റ്റർ, പക്ഷേ ആത്മാവ് വേറെയായിരുന്നു. പക്ഷേ അന്നത്തെ പ്രസംഗത്തിൽ പാസ്റ്റർ പോലും അറിഞ്ഞില്ല അന്നത്തെ പ്രസംഗം ഞങ്ങളോടുള്ള ദൂതായിരുന്നെന്ന്. പക്ഷേ അന്ന് ഞങ്ങളെ ദൈവം വലിയൊരു അപകടത്തിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് ഉപേക്ഷിച്ച് അടുത്ത ഭാര്യയെ കെട്ടി അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ ദൂതം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഓർത്തോണം ദൈവമക്കൾ, നമുക്ക് ആലോചന വേണം, പക്ഷേ ആലോചന എപ്പോഴും നമുക്ക് കറക്റ്റ് റിസോഴ്സസിൽ നിന്നായിരിക്കണം. സ്തോത്രം 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 സ്തോത്രം. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും ആലോചന വേണ്ട, പക്ഷെ ദൈവത്തിന്റെ ആലോചന നമുക്ക് വേണം. ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. യോനയ്ക്ക് മുൻവിധി ഉണ്ട്. മുൻവിധി മാത്രമല്ല, തനിക്ക് ഭയങ്കര ഇടുങ്ങിയ ഒരു നാരോ മൈൻഡ് സെറ്റ് ഉണ്ട്. ചില്ലറ അഹങ്കാരമൊക്കെ ഉണ്ട്, കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ട്, സെൽഫിഷ് മെന്റാലിറ്റി ഉണ്ട്. ഈ സ്വാർത്ഥതയുടെ ലക്ഷണം. അതുകൊണ്ടാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാൽ മതി, നിനവേക്കാരെന്ത് ചെയ്യണ്ട. ഈ സെൽഫിഷ്നെസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്.
പണ്ടൊക്കെ ഞങ്ങൾ ഈ വീട്ടിൽ വളരുമ്പം ഞങ്ങൾ 4 മക്കളാണ്. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ കുറച്ച് ഇല്ലായ്മയുടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി ഈ മുട്ട പൊരിച്ച് വെക്കുമ്പോൾ സഭായവ നിങ്ങളുടെയൊക്കെ ചിന്ത ഏകാഗ്രത പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കും. അപ്പം ഞങ്ങൾ മൂത്ത 2 ആണുങ്ങൾ, ഇളയ 2 പെങ്ങന്മാർ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുട്ട പൊരിച്ചത് എടുത്ത് ചെയ്യും, കഴിക്കും. പിന്നെ ഞങ്ങളുടെ കണ്ണ് എവിടാന്നറിയാം, എങ്ങനെ ഈ പെങ്ങന്മാരുടെ പാത്രത്തിൽ നിന്ന് മുട്ടയെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ പോഷൻ അനുഭവിച്ചിട്ട് പിന്നെ അവരുടെ പോഷൻ എന്ത് ചെയ്യാം എന്നുവെച്ചാൽ എനിക്ക് മാത്രം മുട്ട തിന്നണം എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ മതി, വേറെ ആരും എങ്ങനെയെങ്കിലും അവൻ വിശന്നിരുന്നാലും കുഴപ്പമില്ല, അവൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവന് തൃപ്തിയായില്ലെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. എൻ്റെ മക്കൾ 2 പേരും ഇവിടെ ഇരിപ്പുണ്ട്. ചില സമയത്ത് ഈ കഴിക്കുമ്പോൾ ഞാൻ അവരുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ അവർ വേണേ ഇപ്പോൾ സാക്ഷ്യത്തിന് സമയം കൊടുത്ത് അവർ പറയും ഇപ്പോഴും ആ സ്വഭാവം മാറിയിട്ടില്ലെന്ന്. അതല്ല കേട്ടോ, ശരിക്കുള്ള ഈ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആമേൻ മാത്രം മതി ബ്ലെസ്സിങ്സ് എന്നൊരു ചിന്തയാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരൊന്ന് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിച്ചേ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരൊന്ന് ഒന്ന് ഹൃദയം തുറന്ന് അനുഗ്രഹിക്കണം. പാസ്റ്റർ ഷാജി പാസ്റ്റർ എന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. God bless me. God bless you, Pastor. Hallelujah, hallelujah, hallelujah. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി പോകുമ്പോഴും ആമേൻ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരിലൂടെ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ കരം തട്ടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു ഇമ്പാർട്ടേഷൻ അടുത്തിരിക്കുന്നവരിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയ വന്ദനം ചെയ്തപ്പോൾ ആമേൻ എലിശബത്തിന്റെ ഉള്ളിൽ പിള്ള തുള്ളി എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ആത്മനിറവുള്ള 2 വ്യക്തികൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുമ്പോൾ നടക്കുന്ന ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട് കേട്ടോ. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ആമേൻ പാസങ്ങൾ ഇവിടെ ഇരുന്ന് പാടി കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു പ്രത്യാശാഗാനമാണ് പാടിയതല്ലേ, എൻ ഭവനം മനോഹരം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അത് പാടി ആമേൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ ആമേൻ ഇവിടെ ആമേൻ ഈ പ്രിയമുള്ളവർ ഇൻസ്ട്രുമെന്റ് വായിച്ചപ്പോൾ അത് സാക്സഫോൺ വായിച്ചാലും ഡ്രം വായിച്ചാലും കീബോർഡ് വായിച്ചാലും എല്ലാം ആമേൻ നമ്മിലേക്ക് നടക്കേണ്ട ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട്. ആമേൻ ഇവിടുന്ന് ലീഡ് ചെയ്യുമ്പോൾ ആമേൻ സംഭവിക്കേണ്ട ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട്. ഈ കുഞ്ഞിവിടുന്ന് പാടുമ്പോഴും സംഭവിക്കുന്ന ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട്. ആമേൻ, സ്തോത്രം. ഒരുവൻ മറ്റൊരാൾക്ക് ഒരു അനുഗ്രഹമായി മാറുന്ന അനുഭവം ഇന്ന് പകൽ ഓർത്തോണം. ഹല്ലേലൂയ. യോന മാത്രമല്ല നിനവേക്ക് അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായിട്ട് ഇന്ന് പകൽ മാറട്ടെ. നിന്റെ കുടുംബത്തിന് നീ അനുഗ്രഹം, സഭയ്ക്ക് നീ അനുഗ്രഹം, നീ പാർക്കുന്ന ദേശത്ത് നീ ഒരു അനുഗ്രഹം. ഇന്ന് പകൽ എല്ലാം മുൻവിധികൾ മാറ്റിക്കള. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, നീയും ഒരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല ഈ നിനവേക്കാരോട് യോനയ്ക്ക് അങ്ങോട്ട് ദൈവം ക്ഷമിക്കും, പക്ഷെ യോന എന്ത് ചെയ്യത്തില്ല. ചിലരങ്ങനെ ഏത് മഹാഭാവിയോടും ആരും ക്ഷമിക്കും, പക്ഷെ യോന എന്ത് ചെയ്യത്തില്ല. ദൈവത്തിന്റെ ദാസനായ യോന ക്ഷമിക്കത്തില്ല. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര അനിവാര്യമൊക്കെ പറയുമായിരിക്കും, പക്ഷെ ചിലപ്പോൾ ചിലർ ക്ഷമിക്കത്തില്ല. ഒരിക്കൽ ആരോ പറഞ്ഞു, ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് നോയ്സി സ്പിരിറ്റ്, ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. നോയ്സ് മാത്രം ഉണ്ടാക്കുന്ന സ്പിരിറ്റ് അല്ല, നമ്മെ കൂടുതൽ ഹോളി ആക്കുന്ന സ്പിരിറ്റും കൂടാണത്. ആ ഹോളി ആക്കുന്ന സ്പിരിറ്റ് നമ്മിൽ ആത്മാവിന്റെ ഫലം ഉളവാക്കും അല്ലേ. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമായിരിക്കും, ബിറ്റർനെസ് വരുമായിരിക്കും, റിസൻമെന്റ് വരുമായിരിക്കും, നീരസവും കയ്പും ആമേനൊക്കെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. പാപജടത്തിലാണ് നമ്മൾ വസിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള അനുഗ്രഹം ദൈവത്തോട് ചോദിച്ചോണം. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. പൗലോസ് കൊരിന്ത്യരെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ആമേൻ, നിങ്ങൾ എന്തെങ്കിലും ക്ഷമിച്ചാൽ അത് ക്രിസ്തുവിന്റെ സന്നിധാനത്തിലാണ്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പോൾ നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ അവിടെ ദൈവമല്ല പ്രവർത്തിക്കുന്നത്,
പിശാച മറ്റുള്ളവരോട് ഫോർഗീവ്നെസ് റിലീസ് ചെയ്യാനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ഇന്ന് പകൽ ഈ ആരാധന വേളയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നന്നായിട്ട് അന്യഭാഷ പറഞ്ഞു എന്നതിനേക്കാളും ഉപരി ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് മറ്റുള്ളവരോട്, എന്നോട് പിഴച്ചവരോട് ക്ഷമിക്കാനൊരു ദൈവകൃപ ഇന്ന് പകൽ ഈ ആരാധന വേളയിൽ എനിക്ക് ആത്മാവിൽ റിസീവ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്ലെസ്സിംഗ് ആക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ആമേൻ. ഞാനിന്ന് കർത്താവിൻ്റെ ദാസി തെലുങ്ക് സർവീസിൽ ജോസഫിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അപ്പോൾ ഈ ക്ഷമയെക്കുറിച്ച് പറഞ്ഞു എന്നാണ് എൻ്റെ ചിന്ത. ഹല്ലേലൂയ. ഈ ജോസഫിനെ ദൈവം ഈ പ്രൈം മിനിസ്റ്ററാക്കി എന്നൊക്കെ നമ്മൾ കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണെങ്കിലും, നമുക്ക് ആകാൻ ഇഷ്ടമാണെങ്കിലും, ദൈവത്തിന് അറിയാമായിരുന്നു അങ്ങനൊരു സ്ഥാനത്ത് കൊണ്ടെത്തിച്ച് ഞാൻ ഇരുത്തുമ്പോഴും പ്രതികാര ചിന്തയില്ലാതെ അവൻ ജീവിക്കുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരൊറ്റ കൂടപ്പിറപ്പും ചെയ്യാത്ത കാര്യം ജോസഫിനോട് ബാക്കി എല്ലാവരും ചെയ്തു. പക്ഷെ എന്നിട്ടും ആമേൻ അവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് ജോസഫിന് ഉണ്ടായിരുന്നു. ആ ദൈവകൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആരും അനുഭവിക്കാത്ത കയ്പും കണ്ണുനീരും അനുഭവിച്ച വ്യക്തിയായിരിക്കാം ആമേൻ നീ. പക്ഷേ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവേ, ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിക്കാൻ ഒരു ദൈവകൃപ ഇന്ന് പകൽ എൻ്റെ മേലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിച്ചോണം. ആമേൻ. അത് പക്ഷെ നിന്റെ ഉയർച്ചയ്ക്ക് ഒരു ചവിട്ടുപടി ആയിരിക്കും കേട്ടോ. നിന്റെ ഉയർച്ചയ്ക്ക് ചിലപ്പോൾ നിന്റെ ചില ഉയർച്ച തടയപ്പെട്ട് കിടക്കുന്നത് ആമേൻ ചിലരോട് ഫോർഗീവ് ചെയ്യാൻ നിനക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കും. നിനവേക്കാരോട് ക്ഷമിക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്, പക്ഷെ യോന എന്ത് ചെയ്യത്തില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് എ മോഡൽ ഓഫ് പ്രയർ യേശു പഠിപ്പിച്ചു. അതിനകത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, forgive us our sins as we forgive those who sinned against us. അപ്പൊ അങ്ങനെയാണ് കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നെങ്കിലോ, അങ്ങനെയാ കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. കർത്താവ് മറ്റുള്ളവരുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ തെറ്റുകൾ എന്നോട്. അപ്പൊ നമ്മൾ ഫോർഗീവ് ചെയ്തില്ലേ, കർത്താവ് നമ്മുടെ തെറ്റുകൾ എന്ത് ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല. അങ്ങനല്ലേ കർത്താവ് പറഞ്ഞേ? അതെ. അപ്പം നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഈ നമ്മുടെ ഓരോ ശുശ്രൂഷാ വേളകളും നമുക്കൊരു ഇന്നർ ഹീലിങ്ങിൻ്റെയും കൂടെ വേളകളാണെന്ന് മറന്നു പോകരുത്. നമുക്ക് ഫിസിക്കൽ ഹീലിംഗ് മാത്രമല്ല വേണ്ടത്. നിങ്ങളുടെ ശരീരങ്ങൾക്കെല്ലാം കർത്താവ് ആരോഗ്യം നൽകട്ടെ. പക്ഷേ ഇന്നർ ഹീലിംഗ് സംഭവിക്കുമ്പോൾ ഫിസിക്കലിയും ചില ഹീലിംഗ് കർത്താവ് നിങ്ങൾക്ക് തരും. ഇന്ന് പകൽ ആമേൻ 2 കരങ്ങൾ വന്ന് തുറന്നിട്ട് കണ്ണുകളൊന്ന് മൂടി കർത്താവിനോട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ക്ഷമ റിലീസ് ചെയ്യാൻ, ഫോർഗീവ്നെസ് റിലീസ് ചെയ്യുവാൻ, എന്നോട് ആമേൻ തെറ്റുകൾ ചെയ്തവരോട് ക്ഷമിപ്പാൻ ഒരു ദൈവകൃപ, അവരെ സ്നേഹിപ്പാൻ, സ്തോത്രം, അവരോട് ആമേൻ ഹല്ലേലൂയ സ്നേഹത്തോടെ ഇടപെടുവാൻ, കർത്താവ് ക്ഷമിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ, ഹല്ലേലൂയ, അതിനോടൊരു ദൈവകൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വചനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞു വേഗം ഞാൻ നിർത്താം. കർത്താവദാസൻ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ ഞാൻ വേഗം നിർത്തിക്കോളാം. ഹല്ലേലൂയ. സമയം തീർന്നില്ലല്ലോ. താങ്ക് യു. കർത്താവിന് സ്തോത്രം. യോന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എവിടെ കിടന്നാ പ്രാർത്ഥിക്കുന്നറിയോ? ബെല്ലി ഓഫ് ദി ഫിഷ്. നമ്മുടെ എല്ലാം ബെല്ലിക്കകത്ത് ഫിഷ് കിടന്നിട്ടേ ഉള്ളൂ. നമ്മളാരും ഫിഷിന്റെ ബെല്ലിക്കകത്ത് എന്തിട്ടില്ല. അപായം കഴിയാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബെല്ലിക്കകത്ത് എന്ത് നിറയ്ക്കാൻ, ഫിഷ് കയറാനെന്ന് പറഞ്ഞു. എന്തേലും ആട്ടെ. ഹല്ലേലൂയ. ഫിഷോ കാളയോ കോഴിയോ ഒക്കെ നമ്മുടെ ബെല്ലിക്കകത്ത് ചെല്ലട്ടെ. പക്ഷേ ഇപ്പൊ യോന ആരുടെ ബെല്ലിക്കകത്ത? നിന്റെ വയറ്റില്ല. അവിടെ കിടന്ന് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ശരിക്കും നേരത്തെ പ്രാർത്ഥിക്കേണ്ട ആളായിരുന്നു യോന. അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എവിടെ പോകത്തില്ലായിരുന്നു, ഫിഷിന്റെ ബെല്ലിക്കകത്ത് പോകത്തില്ലായിരുന്നു. ഈ കപ്പലിനകത്ത് കയറിയിട്ട് പുള്ളി ഏറ്റവും അടിത്തട്ടിലോട്ട് പോയി. എന്തിനാണെന്നറിയാവോ? ഉറങ്ങാനായിട്ട്. കർത്താവിൽ നിന്ന് ഒളിച്ചോടിയിട്ട് പുള്ളി അവിടെ കിടന്ന് എന്ത് ചെയ്യുക? ഉറങ്ങുക. സ്തോത്രം. സുഖമായിട്ട്. ഇതുപോലെ സഭായത്തിനൊക്കെ ചിലരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, സുഖമായിട്ട് വന്നിരുന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഒരു സ്റ്റോറി ഒരിക്കൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു.
ഒരു സഭയിൽ ഇങ്ങനെ പതിവായിട്ട് ഉറങ്ങുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പുള്ളിക്ക് പ്രസംഗം വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഉറങ്ങും. ഈ പാസ് ഇത് കണ്ടു കണ്ട് മടുത്തു. പാസൊക്കെ അറിയാം, ഈ വഴക്ക് പറഞ്ഞാൽ സഭയിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയാതെ നിർത്തിയേക്കും. പിന്നെ പാസങ്ങ് സഹി കേട്ട് എന്തായാലും വേണ്ടില്ല, ഈ ആഴ്ച ഉറങ്ങാണെങ്കിൽ അവനെ ഞാൻ പൊക്കും എന്നും പറഞ്ഞ് തീരുമാനം എടുത്ത് പാസ് വന്നിരിക്കുക. അപ്പോൾ പാസ് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പാസ് ഇച്ചിരി ഒച്ചത്തിൽ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ ഇവൻ ഇച്ചിരി നേരത്തെ ഉറങ്ങട്ടെന്നും പറഞ്ഞ് പുള്ളി ഇച്ചിരി പതിയെ അങ്ങ് എന്ത് ചെയ്തു പ്രസംഗിച്ച്. എന്നിട്ട് പുള്ളി ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഉറക്കെ ഈ പാസ് പറഞ്ഞു, നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. എവിടെ പോനാ? നരകത്തിൽ പോകാൻ. അപ്പൊ ഈ ഒച്ച കൂടിക്കഴിഞ്ഞാൽ പുള്ളി ഞെട്ടി ഉണന്ന് കേൾക്കുന്നത് ഇതാണ്, എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ള ലാസ്റ്റ് ഭാഗമാണ് കേൾക്കുന്നത്. പുള്ളി ചാടി അങ്ങ് എന്ത് ചെയ്തു, ബാക്കിയുള്ളവരാരും. അപ്പൊ പാസ് എൻ്റെ പണി ഏറ്റെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ഉടനെ ഈ ചെറുപ്പക്കാരോട് ചോദിച്ചു, പാസ് നിർത്തിയല്ലേ? പാസുമാരല്ലേ ഒരു വിടുവോ? ആട്ടെ ബ്രദർ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നെന്ന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഈ ബ്രദർ പറയാം, അതൊന്നും എനിക്കറിയത്തില്ല, നമ്മൾ രണ്ടും മാത്രമേ എഴുന്നേറ്റ് നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. പാസ് ചോദിച്ചെന്നാ, നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളവര് എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പൊ എത്ര പേര് നിൽപ്പുണ്ട്? ആരൊക്കെ? പാസ്റ്ററും. പാസ് കൊടുത്ത പണി ആർക്ക് തന്നെയായി? നിങ്ങൾ ആരും അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്. ഉറങ്ങിയാൽ നിങ്ങൾക്കും പണിയാ, പാസക്കും പണിയാ. അതാ ഞാൻ പറഞ്ഞു വന്നത്. സ്തോത്രം. യോനെ ഉറങ്ങി. പുള്ളിക്ക് മാത്രമല്ല പണി കിട്ടിയതാണോ? അല്ല, കപ്പൽക്കാർക്ക് മുഴുവൻ പ്രശ്നം. അവരുടെ കപ്പലിലെ പരമാവധി ചരക്കുകൾ അവർ വെള്ളത്തിയിട്ടു. ആര് കാരണോ? യോനെന്ന പുള്ളി ഇതിനകത്ത് ഇരുന്ന് ഉറങ്ങുന്നതിൻ്റെ പ്രശ്നമാണ്. സ്തോത്രം. അവസാനം ഈ ക്യാപ്റ്റൻ വന്നിട്ട് യോനയോട് പറയുകയാണ്, എൻ്റെ പൊന്ന് മനുഷ്യ, നീ എന്താണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നെന്ന് ഈ യോനയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ ഈ കപ്പൽ പ്രമാണി ഒരു കാര്യം കൂടെ യോനയോട് പറയുന്നുണ്ട്, നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കടാവേ. ഒരുപക്ഷെ നമ്മൾ നശിച്ചു പോകാതെ ഇരിക്കും, നീയും കൂടെ പ്രാർത്ഥിക്കുന്നു വെച്ചാൽ ഈ ജാതീയനായ കപ്പൽ പ്രമാണിക്കും അറിയാം, പ്രാർത്ഥിച്ചാൽ ചില നാശങ്ങൾ നീങ്ങിപ്പോകുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ജാതീയനായ കപ്പൽ പ്രമാണിക്കും അറിയാം. അങ്ങനെയെങ്കിൽ ജീവനുള്ള ദൈവത്തെ രുചിച്ചറിയാത്തവർക്കും അറിയാം പ്രാർത്ഥന ഒരു വിടുതലാണെന്നുള്ള യാഥാർത്ഥ്യം. കേട്ടോ ഇന്ന് പകൽ. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതൽ അധികമായിട്ട് അനുഭവിച്ചറിയണം, പ്രാർത്ഥന എനിക്ക് മാത്രമല്ല അനേകരുടെ ജീവിതത്തിനൊരു അനുഗ്രഹമാ. ഞാൻ കൈയടിച്ച് ആരാധിക്കുന്നത് മാത്രമല്ല, ആരാധിച്ചോണം, കൈയടിച്ചോണം, അതെല്ലാം വേണം. അന്യഭാഷ പറയണം, അതൊക്കെ വേണം. ദൈവത്തെ ഉറക്കെ സ്തുതിക്കണം, പാടണം, ഒക്കെ ശരിയാ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചില നാശങ്ങൾ നമ്മളെ വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന ചില നാശങ്ങളെ ഇന്ന് പകൽ നീക്കിക്കളയട്ടെ. പ്രാർത്ഥന ചില പെരുങ്കാറ്റുകളെ ശമിപ്പിക്കട്ടെ. പ്രാർത്ഥന ചില പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ ശാന്തത വരുത്തട്ടെ. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില നാശങ്ങൾ മാറിപ്പോകും. ഓ ഹല്ലേലൂയ. അതുമാത്രമല്ല, ദൈവസഭയുടെ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാണ് ദേശത്തിന്. കേട്ടോ, ഒരൊറ്റ വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ദൈവമക്കൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ എത്രയധികം അതിന്റെ നന്മ നിശ്ചയമായിട്ട് കർത്താവ് വെളിപ്പെടുത്തും. ഭൂമിയിൽ നിങ്ങൾ യാചിക്കുന്ന ഏത് കാര്യത്തിലും 2 പേർ ഐകമത്യപ്പെട്ടാൽ എന്നാ, അങ്ങനെയെങ്കിൽ 20 ഐകമത്യപ്പെട്ടാൽ, 50 ഐകമത്യപ്പെട്ടാൽ, 100 ഐകമത്യപ്പെട്ടാൽ, ഇന്ന് പകൽ സഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാണെന്ന് മറന്നു പോകരുത്. യോന പ്രാർത്ഥിക്കാത്ത യോനെ ദൈവം അവിടെ ഇരുത്തി എന്ത് ചെയ്തു? ഹല്ലേലൂയ. കർത്താവിന് അറിയാം നിന്നെ എങ്ങനെ പ്രാർത്ഥിപ്പിക്കണമെന്ന്. കർത്താവിന് അറിയാം. ഹല്ലേലൂയ. അവിടെ വെച്ച് ദൈവം ഒരു കാര്യം ചെയ്തു. യോനെ നിനവേ മാത്രമല്ല, നിനവേ രൂപാന്തരപ്പെടുന്നതിന് മുൻപ് ആരെ രൂപാന്തരപ്പെടുത്തി? യോനെ. സ്തോത്രം. നമ്മൾ എത്ര മിടുക്കരാണെങ്കിലും കർത്താവിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മയും കൂടെ രൂപാന്തരപ്പെടുത്താനാണെന്ന് മറന്നു പോകരുത്. കേട്ടോ, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് രൂപാന്തരം വേണമെന്ന്? എനിക്ക് രൂപാന്തരം വേണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവകൃപയിൽ പ്രയോജനപ്പെടുന്ന വ്യക്തി തന്നെ ആയിരിക്കാം. കേട്ടോ, പക്ഷേ എനിക്ക് ഒന്നുകൂടെ ഒന്ന് രൂപാന്തരം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു പടി കൂടെ എനിക്ക് കർത്താവിനോട് അടുക്കണം. ഹല്ലേലൂയ. യോന അവിടുന്ന് പറയാണ്, രക്ഷ, ഡെലിവറൻസ്, സാൽവേഷൻ കംസ് ഫ്രം ദ ലോർഡ്. അത് ദൈവത്തിന്റെ പക്കൽ നിന്നാണ് വരുന്നത്. ദൈവത്തിന്റെ പക്കൽ നിന്നാണ് വരുന്നത്. ഇന്ന് പകലൊന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ്, മൈ ഡെലിവറൻസ് കംസ് ഫ്രം ദ ലോർഡ്. അത് ദൈവത്തിന്റെ
ദൈവത്തിന്റെ പക്കൽ നിന്നാണ് വരുന്നത്. ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി പോകുന്നതിന് മുൻപ് ഇവിടുന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറ, എനിക്കുള്ള നന്മ എന്റെ കർത്താവിന്റെ പക്കൽ നിന്നാണ് വരുന്നത്. മൈ ഗുഡ്നസ്, ഹല്ലേലൂയ. ആമേൻ. അപ്പാർട്ട് ഫ്രം യു ഐ ഹാവ് നോ ഗുഡ് തിങ്. എനിക്ക് കർത്താവേ നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ മൂടി പ്രാർത്ഥിക്കാം. ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ സമയത്തിന്റെ പരിമിതി ഉൾക്കൊള്ളണമല്ലോ. ഒരു നിമിഷം കണ്ണുകൾ മൂടി നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ആമേൻ. നമുക്കുള്ള വിടുതൽ കർത്താവിന്റെ പക്കൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അത് വരുന്നതിന് മുൻപ് നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ മുൻവിധികളെ മാറ്റി, ആമേൻ, നമ്മുടെ ക്ഷമയില്ലായ്മയെ മാറ്റി, ഹല്ലേലൂയ, നമ്മുടെ സ്വാർത്ഥതയെ മാറ്റി, സ്തോത്രം, ദൈവേഷ്ടത്തോടെ നമ്മുടെ മറുതലിപ്പിനെ മാറ്റി, ആമേൻ, നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് നമ്മെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, നിനക്കുള്ള നന്മ ഒന്നും കർത്താവ് തടഞ്ഞു വെക്കത്തില്ല. ആമേൻ. ബൈബിൾ ഒന്നും മടക്കി താഴെ വെക്കുകയോ സൈഡ് വെക്കുകയോ ചെയ്തിട്ട് ഒരു നിമിഷം ആ കരങ്ങൾ രണ്ടുമൊന്ന് ഉയർത്തി എല്ലാവരും അവൻ ആ കരങ്ങൾ രണ്ടുമൊന്ന് ശാന്തമായിട്ട് ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ധൈര്യമായിട്ട് വചനം ഏറ്റു പറഞ്ഞേ. മൈ സാൽവേഷൻ, മൈ ഡെലിവറൻസ്, മൈ ബ്ലെസ്സിംഗ് കംസ് ഫ്രം ദ ലോർഡ്. അതെന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നാണ് വരുന്നത്. അതെന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നാണ് വരുന്നത്. ഇന്ന് പകൽ ആരാധന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ ആ നന്മയുമായിട്ട് മടങ്ങുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ ഇന്ന് പകൽ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ആമേൻ അങ്ങേ ഇന്ന് പകൽ സ്തുതിക്കുന്ന ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വാർത്ഥതയെ കർത്താവ് മാറ്റിക്കളയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവേഷ്ടത്തോട് മറുതലിക്കുന്ന എല്ലാ അകൽച്ചകളെയും കർത്താവ് എടുത്ത് മാറ്റിക്കളയട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മോട് പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടപെടുമ്പോൾ യോനയെ പോലെ നമ്മൾ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരായിരിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന ഒരുപാട് മേഖലകളിൽ നമുക്ക് നന്മയാണ് കേട്ടോ. ആമേൻ. സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ എനിക്ക് ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ചില വിശാലതകൾ കൊണ്ട് തരുമെന്നതുകൊണ്ട് കർത്താവിനോട് ഇന്ന് പകൽ ആമേൻ നന്ദി പറഞ്ഞു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. prayer will lead us into a broad place. ഞെരുക്കത്തിൽ നിന്ന് നമ്മെ വിശാലതയിലേക്ക് നടത്തും. ഇന്ന് പകൽ സങ്കീർത്തന വചനം തരുന്ന വാഗ്ദത്തമാണ്. നീ ദൈവത്തോട് നിലവിളിക്ക്, ദൈവം നിന്നെ വിശാലതയിലേക്ക് നടത്തും. നീ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ അവൻ വിടുവിക്കും. ഹല്ലേലൂയ. അവൻ സെഖരിയാവും എലിശബത്തും പ്രാർത്ഥനയുടെ മറുപടി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചപ്പോൾ എലിശബത്ത് ഇങ്ങനെ പാടുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുള്ള നിന്ന നീക്കുവാൻ എന്റെ കർത്താവ് എന്നെ കടാക്ഷിച്ചുവെന്ന്. ആലയത്തിൽ ഹല്ലേലൂയ വയോധികനായ സെഖരിയാവ് അവൻ നറുക്ക് പ്രകാരം അവൻ ധൂപം കാട്ടുമ്പോഴും ആ സമയത്തും ആ കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ അന്നത്തെ ദിവസം സെഖരിയാവിനും എലിശബത്തിനും വേണ്ടി ആലയത്തിൽ ഇറങ്ങി വന്നു. ഇന്ന് പകൽ വിശ്വസിച്ചാട്ട് ദൈവത്തിന്റെ പൈതൽ ആമേൻ, നീതിയോടെ ജീവിക്കുന്ന നിനക്ക്, നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന നിനക്ക്, നേരോടെ നടക്കുന്ന നിനക്ക്, പ്രാർത്ഥിക്കുന്ന നിനക്ക്, ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ഭംഗം വരുത്താതെ ചെയ്യുന്ന നിനക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലായിരിക്കും. പക്ഷേ പ്രാർത്ഥനയുടെ മറുപടി ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഭവനത്തിനകത്ത് കൊണ്ടുതരുമെന്ന് ഇന്ന് പകൽ വിശ്വസിച്ചാട്ട് അബ്രഹാമിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നതുപോലെ, മറിയയുടെ ആമേൻ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ, the angel of the Lord, ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. പ്രാർത്ഥിച്ച കൊർനെലിയോസിന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നതുപോലെ, ഹല്ലേലൂയ, ഇന്ന് പകൽ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവത്തിന്റെ ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന നഷ്ടമായ അവസരങ്ങളെ യോനയ്ക്ക് മടക്കി കൊടുത്തു. അവൻ അവസരം നഷ്ടപ്പെട്ടു പോയായിരുന്നു. പക്ഷേ കരുണയുള്ള ദൈവം ചിലത് മടക്കി കൊടുക്കുകയാ. അവനെ ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ, the lost opportunities, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, that has been restored. ആമേൻ. അതിനെ ആമേൻ കർത്താവ് ആമേൻ മടക്കി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരുപക്ഷെ നമ്മുടെ ചില കുറവുകളായിരിക്കാം ചിലതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, ചില പരാജയങ്ങളായിരിക്കാം ചിലതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. പക്ഷേ ദൈവം ചിലത് മടക്കി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് യോനയുടെ ജീവിതം നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രോഡിഗൽ സണ്ണ് അവൻ മടങ്ങി വരാൻ തീരുമാനിച്ചു. ദൂരത്ത് നിന്ന് കണ്ട് അപ്പൻ അവനെ ഓടിച്ചെന്ന് പുണർന്ന് അവന് പുതിയ വസ്ത്രവും അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും തടിച്ച കാളക്കുട്ടി
കൂട്ടി അറുത്തുള്ള സെലിബ്രേഷനും ഒക്കെ കൊടുത്തെങ്കിൽ ആ നല്ല താതൻ ഇന്ന് പകൽ അവൻ ചിലതിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കവൻ ചിലത് മടക്കി തന്ന് ഇന്ന് പകൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ധ്യാനിച്ച വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങിൽ നിന്ന് ഓടിപ്പോകുമ്പോഴും ഞങ്ങളെ അനുഗമിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഞങ്ങൾ പരാജയപ്പെടുമ്പോഴും ഞങ്ങളെ ജയത്തിലേക്ക് നടത്തുന്ന ഒരു കർത്താവുണ്ട്. ഞങ്ങൾ അവിശ്വസ്തരാകുമ്പോഴും വിശ്വസ്തനായി പാർക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾ മാറിപ്പോകുമ്പോഴും ഓടിപ്പോകാത്തൊരു ദൈവമുണ്ട്. അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വലിപ്പത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ജനത്തെ ഇന്ന് പകൽ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ദൈവം ഒരുക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ക്ഷമാശീലമുള്ളവരാക്കി തീർക്കണമേ. സ്വാർത്ഥതയിൽ ഞങ്ങളെ വിടുവിക്കണമേ. മുൻവിധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. സ്തോത്രം. പകയിൽ നിന്ന് വിദ്വേഷത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവമേ, ആമേ, ഞങ്ങളെ നന്മയിലേക്ക് അങ്ങ് നടത്തണമേ. ഇന്ന് പകൽ ഈ സഭ, ഇവിടെയുള്ള ദൈവഭൃത്യൻ കുടുംബം, എല്ലാ പ്രിയമുള്ളവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനേകർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. എലിം ചർച്ചിനെയും അതിൻ്റെ മിനിസ്ട്രീസിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ തരുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഷാജി പാസ്റ്ററോടും കുടുംബത്തോടും സഭയോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുകയായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല. പത്രോസിനെ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം യോനായെ ദൈവഹിതത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം നമ്മെയും ദൈവഹിതത്തിലേക്കും ദൈവികമായ നിയോഗത്തിലേക്കും കൊണ്ടുവരാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ ദൈവനിയോഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം. ദൈവദാസനെ ദൈവം കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. സ്തോത്രം. നാളെ മുതൽ നമ്മുടെ ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. എൻഡ് ഓഫ് ദ വീക്ക്, ദ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ കർത്താവിൻ്റെ ദാസൻ ഫാസ്റ്റർ ഡാനിയൽ മുട്ടപ്പള്ളി നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ദൈവം ദാനമായി നൽകി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വളരെ വളരെ ചെറുപ്പത്തിൽ എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ വളരെ വ്യത്യസ്തമായ നിലയിലാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചതാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമുക്ക് ചർച്ചിൽ പ്രാർത്ഥനയുണ്ട്. ആമി. അപ്പോൾ തന്നെ ഇവിടെ വരാൻ കഴിവില്ലാത്തവർക്ക് സൂമിലും അറ്റൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വെളിയിലുള്ള പലരും പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിൽ സംബന്ധിക്കുന്നത് കൊണ്ടാണ് സൂം. ഇവിടെ ഉള്ളവരൊക്കെ മാക്സിമം ഇവിടെ വരാൻ ശ്രമിക്കണം. സഭയ്ക്കകത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. ആഗസ്റ്റ് 15-ാം തീയതി പ്രൈസ് ദി ലോർഡ്, ആമേൻ, ബ്ലസ്സഡ് മേമന നമ്മുടെ കൂടെ ഉണ്ട്. അത് മറക്കല്ല. വൈകിട്ട് ബ്ലസ്സഡ് മേമന വൈകിട്ടുണ്ട്. സൺഡേ ഏർലി മോർണിംഗ് പുള്ളി തിരിച്ചു പോകും. അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ മറക്കല്ല. എല്ലാവരും ആ ദിവസം ചർച്ചിൽ വരാൻ ആഗ്രഹിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വരുന്ന സന്തോഷം ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ
സ്നേഹമാകും വിധമാക്കു ചിന്തിച്ചറിയ ദൈവമേ തവ സ്നേഹമാകും വിധമാക്കു ചിന്തിച്ചറിയ എനിക്കാവതില്ലേ അതിനാഴമാണ് നിഴലേറ്റമേ ഊർജ്ജമാണ് എനിക്കാവതില്ലേ അതിനാഴമാണ് നിഴലേറ്റമേ ഊർജ്ജമാണ് വിഷയമേ ദൈവത്തിൽ സേവമേ വിഷയമേ ദൈവത്തിൽ സേവമേ ആയിരം നാളുകളാം നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല പകൽ സമയത്തിനായി ഈ പകൽ സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച ദൈവത്തിലെ സന്നിധിയിൽ പാടുവാൻ, അങ്ങേ ആരാധിപ്പാൻ, ദൈവമേ ദൈവം ചെയ്ത വിടുതലുകളെ സാക്ഷികൾ കേൾക്കുവാൻ, ഞങ്ങളുടെ ദാസത്തോട് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഇന്ന് ശ്രമിപ്പാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക. കർത്താവേ, യോനയുടെ ജീവിതത്തിൽ തനിക്കുണ്ടായ അനുസരണക്കേട്, തൻ്റെ മനോഭാവം ദൈവഹിതത്തിനും ദൈവകൽപ്പനകൾക്കും വിപരീതമായി താൻ പ്രവർത്തിച്ചെങ്കിലും അങ്ങയുടെ മഹാസ്നേഹം തന്നെ തേടി വന്നു ദൈവഹിതത്തിലേക്ക് തന്നെ ഒരുക്കി ദൈവോപദേശം നിറവേറ്റിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയും അങ്ങയുടെ കരുണയും സ്നേഹത്തെക്കുറിച്ച് ഈ പകല് കേൾക്കുവാൻ നമ്മുടെ ദാസത്തോട് ഞങ്ങൾക്ക് ആ വചനം ഞങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെ തന്നെ ഒന്ന് കാണുവാൻ, മനസ്സിലാക്കി ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ, പ്രാർത്ഥനയിലൂടെ നിലവിളിയിൽ കൂടെ ദൈവമേ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ദാസന്മാരുടെ കണ്ണ് യജമാന്മാരുടെ കൈകളിലേക്ക്, ദാസിമാരുടെ കണ്ണ് യജമാനത്തിമാരുടെ കൈകളിലേക്ക് എന്ന പോലെ തിരുമുഖത്തേക്ക് നോക്കി ചിലത് പ്രാപിപ്പാൻ, അനുഭവിപ്പാൻ, അങ്ങയുടെ ഹിതമറിയുവാൻ, അങ്ങയുടെ ഉദ്ദേശത്തിൽ ജീവിപ്പാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങളെ ദൈവം ഓർക്കണമേ.
ഇവിടെ വന്നിരിക്കുന്ന ഈ ജനത്തെ ഞാൻ കൈകളെ ഉയർത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ പോക്കിനും വരവിലും എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ കുടുംബമായി നീ ഓർക്കണമേ. തൻ്റെ ശുശ്രൂഷകളെ മാനിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനാമീശ്വരൻ്റെ കൃപയും സമാധാനം നമ്മെ എവിടെ ഇപ്പോഴും ആശ്വസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നാം എല്ലാവരുടെ കൂടെയും ഭൂമിയിലൊക്കെ ചിതറി പാർക്കുന്ന സകല വിശുദ്ധന്മാരോടും നാം പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളോടും പ്രത്യേകിച്ച് ഇന്ന് പകലുള്ള ശുശ്രൂഷയോടും തൻ്റെ കുടുംബത്തോടും തൻ്റെ മിനിസ്ട്രിയോടും കൂടെ ഇന്ന് മുതൽ നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽ നമുക്ക് ജയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ദൈവത്തിൻ്റെ ദാസന് പ്രത്യേക ഞങ്ങൾ സഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ദൈവരാജ് പ്രത്യേക നന്ദി കുടുംബത്തിനും അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.